പഠിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ കൃഷിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള പക്വതയോ പാകതയൊന്നും എനിക്കില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, ഓർമ്മയുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് തൊഴിൽ സ്വീകരിക്കണം എന്നുള്ള തിരിച്ചറിവ് മാത്രമാണ് വിദ്യാഭ്യാസം. എൻ്റെ ജീവിതത്തിൻ്റെ യൗവനം ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചൊരു യൗവനം എനിക്ക് എൻ്റെ സക്സസ്സിലൂടെ എനിക്ക് തിരിച്ചു കിട്ടി. എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ബന്ധുക്കളായിട്ടോ എൻ്റെ സുഹൃത്തുക്കളായിട്ടോ ആരും തന്നെ ഞാൻ വച്ചിട്ടില്ല. നിനക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം നീ രക്ഷപ്പെട്ടാൽ മതി, ഞാൻ അതിൽ ഒരു കാരണവശാലും നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു ഡയറി ഫാം തുടങ്ങണം, അതുകൊണ്ട് ജീവിച്ചോളാമെന്ന് കോളേജ് വിദ്യാർത്ഥിയായ രഞ്ജിത്ത് തന്റെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ കുടുംബമാകെ ഞെട്ടി. കേട്ടറിഞ്ഞ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ഞെട്ടി. കാലങ്ങൾ കടന്നുപോകെ സ്വന്തം ജീവിതവും അധ്വാനവും സംരംഭവും കൊണ്ട് അവരെയൊക്കെ വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ് തിരുവനന്തപുരം കോവളത്തെ ഐ.ഡി. മിൽക്കിന്റെ സാരഥി എച്ച് രഞ്ജിത്ത് കുമാർ. 25 വർഷം കൊണ്ട് അദ്ദേഹം കെട്ടിപ്പടുത്ത ഐ.ഡി. മിൽക്ക് എന്ന ബിസിനസ് സാമ്രാജ്യത്തിന് പിന്നിൽ നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും അവഗണനയുടെയും കണ്ണീരിന്റെയും കഥയുണ്ട്. കർഷകശ്രീയോട് രഞ്ജിത്ത് മനസ്സ് തുറന്നപ്പോൾ, ഞാൻ ഡയറി ഫാം എന്നുള്ളൊരു ആശയം തുടങ്ങാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ജോലി ഏറ്റെടുക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ഡിഗ്രി സെക്കൻഡ് ഇയർ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം വരുന്നത്. അപ്പോൾ ആ എക്സാം ടൈമിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ സ്ഥലം എൻ്റെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതായത് ഞാൻ വീട്ടിൻ്റെ ഔട്ട്സൈഡ് ബാൽക്കണിയിൽ നിന്ന് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ കിടക്കുന്ന ആ ഒരു കാഴ്ച എൻ്റെ മുന്നിൽ ഫ്രണ്ടിൽ പശുത്തൊഴുത്തുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ജോലി എന്നുള്ളത് നമുക്ക് ഒരു കൃഷി ഒരു തൊഴിലായിട്ട് സ്വീകരിച്ചുകൂടാ എന്നുള്ള ഒരു ആശയം മനസ്സിലുണ്ടായി. അപ്പോൾ ആ കൃഷി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്തായിരുന്നാലും വീട്ടിൽ അത് അനുവദിക്കത്തില്ല, സാഹചര്യങ്ങൾ അനുവദിക്കത്തില്ല. പഠിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ കൃഷിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള പക്വതയോ പാകതയൊന്നും എനിക്കില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ഒരു കൃഷി രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് അനുവദിക്കത്തില്ല എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഒരു തൊഴിലില്ലായ്മ ഒരു പ്രശ്നം രൂക്ഷമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് കാശ് കയ്യിൽ വരുന്നില്ല, എന്തുകൊണ്ട് തൊഴിൽ ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണല്ലോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ തൊഴിലില്ലായ്മയല്ല, നമ്മൾ ചെയ്യാൻ തയ്യാറാവാത്തതാണ് ഈ നാട്ടിലെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള പ്രശ്നം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ അറിവ് അതാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് തൊഴിൽ സ്വീകരിക്കണം എന്നുള്ള തിരിച്ചറിവ് മാത്രമാണ് വിദ്യാഭ്യാസം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ വന്നപ്പോഴത്തേക്ക് അപ്പോൾ എനിക്ക് എൻ്റെ ഇത്രയും ഈ സ്ഥലം എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ഒരു സമൂഹത്തിന്, അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി ഒരു ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിലോട്ട് ഇറങ്ങി അതിനെ ഒരു സക്സസ്സിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു മാർഗമാണ്, ഒരു മാർഗനിർദ്ദേശം പോലെ ഞാൻ തന്നെ ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ഈ കാർഷിക മേഖലയിലോട്ട് വരാനുള്ള പ്രധാന കാരണം. അപ്പോൾ വീട്ടിൽ 2 പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ ആ പശുക്കളെ ഞാൻ ഏറ്റെടുത്ത് ഒരു ഡയറി ഫാമായിട്ട് നടത്തി ഒരു വിജയിച്ചെടുക്കുക, അത് സമൂഹത്തിനൊരു നിർദ്ദേശം, അല്ലെങ്കിൽ ആര് ചെയ്തിരുന്നാലും ഏത് തൊഴിൽ ചെയ്തിരുന്നാലും സക്സസ് ആക്കാൻ പറ്റുമെന്ന് എൻ്റെ അധ്വാനത്തിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ഈ കാർഷിക മേഖലയിലോട്ട് വരാനുള്ള പ്രധാന കാരണം. 98 ഡയറി ഫാം, അതായത് ഡയറി ഫാം എന്ന് പറയാൻ പറ്റത്തില്ല, 2 പശുക്കളുമായിട്ട് ഇറങ്ങുന്നത് 98 സെക്കൻഡ് ഇയർ സമയത്ത്. അപ്പോൾ അത് ആ സമയത്ത് ആ വീട്ടിലുള്ള 2 പശുക്കളുമായിട്ട് ഞാൻ ആദ്യം പശുവിനെ കറക്കുന്നത് പഠിച്ചു, പശുവിന് കൊടുക്കേണ്ട പുല്ല് നടുക. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഒരു പശുവിനെ ഒരു ഡയറി മേഖലയിലോട്ട് വരണമെങ്കിൽ ആദ്യം പശുക്കളെ അറിയണം, പശുക്കളെ പരിപാലിക്കണം, പശുവിനെ കറക്കാൻ പഠിക്കണം. ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ പിന്നെ ഇത് കുറച്ച് ഡീപ്പായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പശുക്കളെ വാങ്ങണമെങ്കിൽ പശുക്കളെ കുറിച്ച് നന്നായിട്ട് അറിയാം, എത്ര ലിറ്റർ പാൽ അതിന് കിട്ടും. ഇതിനെല്ലാം ഒരു ശാസ്ത്രീയമായിട്ട് ഒരു പശുവിനെ കുറിച്ച് കംപ്ലീറ്റ് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ മേഖലയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അടക്കം പഠിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ മേഖലയിലോട്ട് വരുന്നത്. അതായത് പഠിച്ചെടുക്കുക വെച്ചാൽ ശരിക്കും തിയററ്റിക്കലി ഒന്നും തന്നെ അല്ല,
നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ മാത്രമേ ഈ അറിവ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഡെവലപ്പ് ചെയ്ത് 2 പശുക്കളിൽ നിന്ന് എണ്ണം കൂട്ടി ഒരു വലിയൊരു ഫാമാക്കി എനിക്ക് മാറ്റാൻ കഴിഞ്ഞത്. ഞാൻ ഈ പശുക്കളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു വീട്ടിൽ സമ്മതിക്കത്തില്ല, എതിർപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് 18 വയസ്സായി എനിക്ക് നടക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അനുവാദം കിട്ടാൻ വേണ്ടി തന്നെ ഏതാണ്ട് 2 വർഷം എടുത്തു. വീട്ടിൽ നിന്ന് എനിക്ക് ഡയറി ഫാമിലോട്ട് മാറ്റാൻ വേണ്ടി തന്നെ എനിക്ക് 2 വർഷം എടുത്തു. അപ്പോൾ ആ 2 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ സ്ട്രഗിളാണ്. നമുക്കിപ്പോൾ ഒരിക്കലും കൃഷി മേഖലയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പം പ്രായമുള്ള ആൾക്കാരൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് വേണോ ചെയ്യാം. പക്ഷേ എനിക്ക് ഈ ഒരു പ്രായത്തിൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാകത്തില്ല. കാരണം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ സ്വന്തക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ഒരു കാരണവശാലും ഒരു നല്ലൊരു സ്വീകരണം കിട്ടത്തില്ല, ഒരു അവഗണനയെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ അവഗണനയിൽ നിന്നുകൊണ്ട് ഒരു സക്സസ്സിലോട്ട് മാറാൻ വേണ്ടിയിട്ട് അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ സ്വയം കഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ആരും അംഗീകരിക്കത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒരു നല്ലൊരു മേഖലയിലോട്ടാണ് വരുന്നതെങ്കിൽ അപ്രിസിയേഷൻ കിട്ടും. ഒരു കാർഷിക മേഖലയിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ വ്യക്തിയെ ഒരിക്കലും അംഗീകരിക്കത്തില്ല. ഇത് കൈവിട്ടു പോയ ഒരു കേസാണ്, അതിനെന്തോ പ്രോബ്ലമാണ് എന്നുള്ള രീതിയിൽ മാത്രമേ എല്ലാവരും കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും കാർഷിക മേഖല ഫസ്റ്റ് സക്സസ് ആവത്തൊന്നുമില്ല. അയാളുടെ നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിലൂടെ മാത്രമേ ഈ ഒരു മേഖല വിജയിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വലിയ സമയമെടുത്തു, എളുപ്പമല്ല. കാരണം ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 26 വർഷമായി. അപ്പോൾ 26 വർഷത്തിൽ 15 വർഷവും സക്സസ് അല്ല, ഫെയിലുവറാണ്. ആ ഫെയിലുവറാണ് എനിക്ക് ഒരു വ്യക്തിയായിട്ട് മാറ്റാൻ അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നുള്ള ഒരു സാഹചര്യത്തിലോട്ട് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയത് ഇത്ര നിരന്തരമായിട്ടുള്ള കഷ്ടപ്പാടിലൂടെയും അനുഭവത്തിലൂടെയും എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് എനിക്കിത് സക്സസ് ആക്കി എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ ഇങ്ങനെ അതിയായിട്ടുണ്ടായിരുന്ന സമയത്ത് ആദ്യം ഞാൻ വായിക്കുന്നത് കർഷകശ്രീ തന്നെയാണ്. അപ്പോൾ ആ കർഷകശ്രീയിലൂടെ മാത്രമേ നമുക്ക് അറിവ് കിട്ടൂ. ആദ്യം ഒരാശയം മുട്ടിട്ടു, എനിക്ക് ഡയറി ഫാം എന്നുള്ളത് ചെയ്യണം. ആ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഈ പശുക്കളിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്, ഒരു പശുക്കളിൽ നിന്ന് എത്ര പാല് കിട്ടും, എത്ര പശുക്കൾ ചെയ്യാൻ എത്ര കൊടുക്കാൻ പറ്റും, എത്ര നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടന്ന് കണക്കൂട്ടുക. അപ്പോൾ ഞാൻ ഈ കാൽക്കുലേഷൻ എല്ലാം എൻ്റെ മനസ്സിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് ഇനി കിട്ടണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവ് ശേഖരിക്കണം. അപ്പോൾ അറിവ് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫുട്പാത്തിൽ നിന്ന് കർഷകശ്രീയും കർഷകനും എല്ലാം വായിച്ചിട്ട് ഇതെല്ലാം പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, പിന്നെ എന്തായിരുന്നാലും ഇത് തന്നെ ഞാൻ ചെയ്യാം, എനിക്ക് പറ്റിയ തൊഴിൽ ഇത് തന്നെയാണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് സമൂഹത്തിന് ഈ ഒരു തൊഴിലാക്കി നമുക്ക് കാണിച്ചു കൊടുക്കാം, അതിന് ഞാൻ തന്നെ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ ഉറപ്പിച്ചു. ഇനി ഉറപ്പിക്കുന്ന കാര്യം എങ്ങനെ ഇത് നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അനുവാദം വാങ്ങുക എന്നുള്ളത്. എൻ്റെ പ്രായത്തിൽ 18ാമത്തെ വയസ്സിൽ കൃഷിയിലോട്ട് ഇറങ്ങാനൊന്നും ഒരു കാരണവശാലും സംസാരിക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ നിരന്തരം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിക്കുന്നത് കർഷകശ്രീയാണ് അല്ലെങ്കിൽ മാസികയാണ്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വീട്ടുകാരുടെ അനുവാദം. അപ്പോൾ അനുവാദം വാങ്ങുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയുണ്ട്. ഞാൻ ഇതിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, ഇനി എൻ്റെ വീട്ടിൽ അനുവദിക്കുമ്പോൾ തന്നെ സമൂഹം, നാട്ടുകാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരെല്ലാം എങ്ങനെ എന്നെ കാണും എന്നുള്ള എല്ലാ കാഴ്ചപ്പാടും മനസ്സിൽ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളിതിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പം അച്ഛനിൽ നിന്ന് അനുവാദം വാങ്ങുന്നതിന് മുമ്പേ തന്നെ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ള ഒരു വലിയൊരു സ്ട്രഗിളുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ആദ്യം 2 പശുക്കളിൽ നിന്ന് തുടങ്ങി. അപ്പോൾ ആ 2 പശുക്കളുടെ പാല് ഞാൻ പാക്ക് ചെയ്ത് അന്നേ തുടക്കം മുതൽ തന്നെ ഞാൻ പാക്ക് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. ആദ്യം സൊസൈറ്റിയിൽ കൊടുക്കുമായിരുന്നു. ആ സൊസൈറ്റി കൊടുത്തതിന് ശേഷം അപ്പോൾ ഒരു കാർഷിക മേഖല വിജയിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം സത്യമാണല്ലോ. അപ്പം ഞാൻ വന്നത് കാർഷിക മേഖല വെറുതെ നമ്മൾ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു മേഖലയായിട്ടല്ല ഞാൻ കാണുന്നത്. ഇതിനെ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഒരു എനർജി നമുക്ക് എങ്ങനെ ഒരു മാർക്കറ്റിലെ ഒരു പ്രോഡക്റ്റ് ഒരു സക്സസീവായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ കാർഷിക മേഖല വിജയിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ID മിൽക്ക് എന്നുള്ള ഇപ്പോൾ ID മിൽക്ക് എന്നുള്ള പേര് പോലും അന്ന് എൻ്റെ മനസ്സിലില്ല. അതായത് ഒരു ബ്രാൻഡായിട്ട് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു ഡയറി പ്ലാന്റ് ആക്കുക എന്നുള്ളത്. ആ ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് ഞാൻ ഈ ഫാമിലോട്ട് ഈ ഡയറിലോട്ട് വരാൻ തന്നെ കാരണം. അപ്പോൾ സൊസൈറ്റിയിൽ തൽക്കാലം ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും
ഇതിനെ പാക്കറ്റാക്കി കൊടുക്കുക, ഇതിനെ വിപണന മൂല്യം ഉണ്ടാക്കുക, പ്രൊഡക്റ്റിലോട്ട് മാറ്റുക എന്നുള്ളതെല്ലാം എൻ്റെ വ്യക്തമായിട്ടുള്ള പ്ലാനുകളാണ്. അപ്പോൾ അതിനൊക്കെ സാമ്പത്തികം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ പശുക്കളുടെ ഈ ഫാമിലിയോട്ട് വരണമെങ്കിൽ വീട്ടിൽ അനുവദിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അച്ഛനടുത്ത് ഇത് സംസാരിക്കണം. അപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്ക് അത് അനുവദിക്കണമെങ്കിൽ അത്രമാത്രം എന്നെ ബോധ്യപ്പെടണം. ഒരു മകനെന്നുള്ള രീതിയിൽ ഇവൻ അതിനുള്ള കഴിവുണ്ട് എന്ന് ഒരു അച്ഛൻ തോന്നിയാൽ മാത്രമേ ഇതിനോട്ട് അനുവദിക്കത്തുള്ളൂ. അനുവാദം ഇല്ലാതെ ഒരു കാരണം നടക്കത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഈ അനുവാദത്തിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലെ സർവ്വ ജോലികളും ഞാൻ ചെയ്യുമായിരുന്നു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എല്ലാ ജോലികളും ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു അവസരത്തിൽ ലോഡ് ഷെഡിങ് സമയത്ത് എൻ്റെ അച്ഛൻ അമ്മയടുത്ത് പറയുന്ന ഒരു വാചകമാണ്, ഇവൻ ഏത് തൊഴിൽ ചെയ്താലും രക്ഷപ്പെടുമെന്നുള്ള ഒരു കാര്യം, ഒരു കമൻറ്റ് ഞാനിത് കേട്ടു. അപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിൽ നിശ്ചയിക്കുന്നത് അച്ഛന് എന്നിൽ മതിപ്പുണ്ടായി. അപ്പോൾ ഞാൻ ഇനി എന്ത് പറഞ്ഞിരുന്നാലും അച്ഛൻ എന്നെ അനുവദിക്കുമെന്നുള്ളത്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത ഞാൻ പതിയെ അച്ഛനുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലെ ആശയം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു, ഈ കാലത്ത് ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് നീ ചിന്തിച്ചതെന്നും, അപ്പോൾ ഞാൻ നിന്നെ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ടെന്നും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ അപ്പോൾ പറഞ്ഞൊരു ചോദ്യം, ഈ ഒരു ഡയറി പ്ലാന്റ് തുടങ്ങാൻ വേണ്ടി 10-20 ലക്ഷം രൂപ ആവത്തില്ലേ, കുറഞ്ഞൊരു 10 ലക്ഷം രൂപയെങ്കിലും ആവത്തില്ലേ എന്ന് പറഞ്ഞു. എല്ലാം ശരി തന്നെയാണ്, എനിക്ക് പൈസ ഒന്നും വേണ്ട, എനിക്ക് ഈ വീട്ടിലുള്ള 2 പശുക്കളെ എനിക്ക് തന്നാൽ മാത്രം മതി. അത് നീ എടുത്തോ എന്ന് പറഞ്ഞു, ബാക്കിയുള്ളത് ഞാൻ ഡെവലപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, നീ അത് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എനിക്ക് അച്ഛൻ തന്ന അനുവാദം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയില്ല, എനിക്കിത് മാത്രം തന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ ഡെവലപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് നീ എടുത്തോ എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എന്നെ പുള്ളിക്കാരനും പറയുക. പക്ഷേ ഇത് 1 മണിക്കൂറേ ഇതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഇങ്ങനെ പുറത്ത് പോയിട്ട്, അച്ഛൻ അന്ന് ശരിക്കും വെള്ളായണി കാർഷികയിലെ ഗസറ്റ് ഓഫീസറാണ് അച്ഛൻ. അപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഗവൺമെൻറ് ഫാമാണ് എല്ലാ പേരും. അപ്പോൾ അനിയൻ മാത്രമാണ് ഇപ്പോൾ അതിൽ ഗവൺമെൻറ് ഫാമിലി ഉള്ളത്, ചേട്ടൻ ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഞാൻ മാത്രമാണ് ഇതിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഇത്രയും നേരം ഈ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇത്രയും നാളായിട്ട് അവരെ ഇത്രയും വയസ്സ് വരെ അവർ ഈ മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അവർ ചോദിച്ച ചോദ്യമാണ്, ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ ഈ കാർഷിക മേഖലയിലുള്ള ഞങ്ങൾ വിജയിക്കാത്തൊരു കാര്യം, ഒന്നും അറിഞ്ഞുകൂടാത്ത നിങ്ങളുടെ മകൻ എങ്ങനെ ഇതിൽ സക്സസ് ആവും? ഒരു കാരണവശാലും പുള്ളിക്കാരനെ ഇതിലോട്ട് വിടരുത്. ഇത് എൻ്റെ അടുത്ത് അതിശക്തമായിട്ട് വന്ന് പറഞ്ഞു. കാരണം അനുവദിച്ച ആളാണ് തിരിച്ചു പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വേദന ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എടുക്കുമെന്നുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എതിർത്തു. കാരണം എനിക്ക് വേണ്ടത് ഒറ്റ വേട, അനുവദിക്കുക എന്നുള്ള വേട. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി തന്നെയാണ്, അച്ഛൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇന്നത്തെ സമൂഹത്തിൽ ആരും തന്നെ ഈ പശു വളർത്തലിൽ രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ എൻ്റെ ചിന്താഗതി അതല്ല. ഒരു കാർഷിക മേഖല വിജയിക്കാത്ത എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ആൻസർ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ഇത്രയും കാലം പഠിച്ചത്, അല്ലെങ്കിൽ മുമ്പേ വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ ഇല്ലായിരുന്നിക്കട്ടെ, അവർ വിജയിച്ചിട്ടില്ല. എൻ്റെ കോൺസെപ്റ്റേ അതാണ്. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അറിവ്, മെസ്സേജ് നമുക്ക് തരിക എന്നുള്ളതാണ് വിദ്യ അഭ്യസിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ പഠിച്ചത് ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം. അപ്പോൾ എന്നെ പഠിപ്പിച്ചത് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ള തോട്ടാണ്. അപ്പോൾ എനിക്കുള്ള കോൺഫിഡൻസും എൻ്റെ ചിന്താഗതിയും അത് തന്നെയാണ്. എനിക്ക് കാർഷിക മേഖലയിലോട്ട് ഇറങ്ങുക, എൻ്റെ വിദ്യാഭ്യാസം എന്നെ അനുവദിച്ചത് അതാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് എന്തായിരുന്നാലും അതിലിറങ്ങാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ പിന്നെ ഞാനും അച്ഛനും പിണങ്ങി ശത്രുതയിലോട്ട് പോവുക. അപ്പോൾ തുടർന്ന് ഞാൻ എന്തായിരുന്നാലും അടുത്ത ദിവസം രാവിലെ തന്നെ വീട്ടിലുള്ള തൂമ്പയായിട്ട് ഞാൻ ഇറങ്ങുക, കൃഷിക്കായിട്ട് ഇറങ്ങുക. അപ്പോൾ കൃഷിക്ക് ഇറങ്ങണമെന്ന് വെച്ചെങ്കിൽ ഈ 2 പശുക്കൾക്കും കൊടുക്കേണ്ടത് പുല്ലാണ്. അപ്പോൾ അന്ന് അപ്പോഴും ഈ 2 പശുക്കൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ഈ പുറത്തുള്ള ഈ സീവേജ് ഫാം ഉണ്ടല്ലോ, നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ സീവേജ് ഫാമുണ്ട്, വെള്ളക്കടവ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പുല്ല് കൊണ്ടുവരുന്നത്. ആ പുല്ലിൽ നിന്നുള്ള സ്റ്റെം എടുത്ത് നട്ടാണ് ഞാൻ പശുവിന് വേണ്ടിയിട്ടുള്ള പുല്ല് കൃഷി ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിലും കൃഷി ചെയ്തിട്ടും ഞാൻ ചെയ്യുന്ന ഒന്നും തന്നെ നടുന്ന ഒന്നും തന്നെ രക്ഷപ്പെടുന്നില്ല. അപ്പോൾ ഒരുപാട് രീതിയിൽ ഞാനത് നോക്കി, പറ്റുന്നില്ല. അപ്പം
നമുക്ക് അതായത് ഒരു പുല്ലാണ് എങ്ങനെയും വളരും എന്നുള്ള ചിന്താഗതിയാണ് എനിക്കും എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അതിനും ഒരു ജീവനുണ്ട്, അതിൻ്റെ മനസ്സറിഞ്ഞാൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ എന്നുള്ള കാര്യം വളരെ വൈകിയാണ് ഞാനും പഠിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നടുന്നതെല്ലാം തന്നെ എങ്ങനെ ഞാൻ നട്ടാലും അത് പൊടിക്കും. കാരണം എനിക്ക് അതിൻ്റെ എങ്ങനെയാണെന്നുള്ള നടുന്നതിൻ്റെ രീതികളും അതിൻ്റെ മനസ്സിലാക്കാൻ പറ്റിയപ്പോഴത്തേക്ക് ഞാൻ നടുന്ന എല്ലാ പുല്ലും തന്നെ കിളിർച്ചു. അപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം ഞാൻ നട്ട് ഏതാണ്ട് ഒരു 6-7 ഏക്കർ തന്നെ ഞാൻ പുൽകൃഷി ചെയ്തു. അപ്പോൾ വിചാരിക്കും ഒരാളാണ് ഇത് ചെയ്തിരുന്നാൽ ഒരാൾ തന്നെയാണ് ഇത് ചെയ്തത്. പിന്നെ ശരിക്കും ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് സപ്പോർട്ടീവായിട്ട് ആരെങ്കിലും വച്ച് ചെയ്യാനോ ഒന്നും തന്നെ പറ്റിയിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഈ പശുക്കളുടെ പാല് കറന്ന് സെയിൽ ചെയ്യും, രണ്ടാമത് വന്ന് പിന്നെ വെട്ടിക്കിളച്ച് കൃഷി ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ വലിയ പ്രശ്നമായി. അപ്പോൾ എൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും തന്നെ നീ ചെയ്തല്ലോ, ഞാനിവിടെ വാഴ ഇടാൻ പോകുന്നുണ്ട്, ഒരു സൈഡ് നീ പുല്ല് നട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇത്രയും കാലമായിട്ട് വാഴ നട്ടോ ഒന്നും ചേട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇനി ഞാൻ ഇതൊന്ന് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും സത്രത്തിലോട്ട് വന്നു. പിന്നെ അച്ഛൻ എന്നെ മൂന്നാമത്തെ സമയത്ത് ഇവിടെ ബീച്ചിൽ കംപ്ലീറ്റ് ഹോട്ടലുകളും അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ പപ്പുക്കുട്ടി ബീച്ച് റിസോർട്ട് എന്നുള്ള ഒരു ഹോട്ടലുണ്ട്, അവിടെ കൊണ്ടുപോയി എന്നെ കണക്കെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരുത്തി. എൻ്റെ മൈൻഡ് മാറ്റുക എന്നുള്ളതാണ് അച്ഛൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വീണ്ടും രാത്രി വന്നിട്ട് 6 മണിയൊക്കെ ആയിട്ട് തിരിച്ചുകൊണ്ട് വീണ്ടും വെട്ടുങ്കളയിലൊക്കെ തുടങ്ങി. അപ്പോൾ വലിയ പ്രശ്നമായി. അപ്പം വലിയ ശത്രുതയിലോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഇത് ഞാൻ ഈ പറയുന്നതൊക്കെ വലിയ കാലയളവാണ്. ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല, നിരന്തരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും പ്രഷറുകളും ഒക്കെയാണ്. ഞാൻ അവിടെ പോകുന്നുണ്ട്, തിരിച്ചു വന്നിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ നാട്ടുകാർ മൊത്തം ഈ സംസാരങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് കാശുകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്നെ ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഈ 2 പശുക്കളിൽ നിന്നുണ്ട് നമുക്ക് പാലിൻ്റെ എണ്ണം ക്വാണ്ടിറ്റി കൂടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എനിക്ക് സപ്ലൈ കൂടുന്നതനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഡിമാൻഡ് കൂടി വന്നപ്പോൾ ഞാൻ പശുക്കളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശുക്കളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് വരുമാനം കൂടുന്നൊന്നുമില്ല. കാരണം വെച്ചിരുന്നാൽ എനിക്കിതിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള ഒരു പ്രധാന ഘടകമുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങുന്ന പശുക്കൾക്ക് എത്രത്തോളം പാലുണ്ടാവണം, ഇത് ഞാൻ ഈ ചെയ്താണ് എനിക്കിതിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ എന്നെ ഈ ആൾക്കാർ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇവൻ്റെ അറിവില്ലായ്മ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ളത്. അപ്പോൾ ഞാൻ പശുക്കൾ പിന്നെ വാങ്ങും, അത് പാല് കിട്ടത്തില്ല, വീണ്ടും പോയി വാങ്ങും. ഞാൻ അവരുടെ ചോദിക്കുകയാണ്, ഈ 10 ലിറ്റർ പാൽ 15 ലിറ്റർ പശുക്കളിൽ നിന്ന് 20 ലിറ്റർ പാലുള്ള പശുക്കളെ കിട്ടും, 30 ലിറ്റർ പാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മാസികയിൽ കണ്ടതും കേട്ടതും എല്ലാം. അപ്പോൾ അവരുണ്ടെന്ന് പറയും, എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വരും, എനിക്ക് അത്രയും പാല് കിട്ടത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ കയറും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ നാട്ടിലൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമാണ്. അപ്പോൾ നിവൃത്തിയില്ലാതെ ഒരു ദിവസം അച്ഛൻ്റെ സുഹൃത്ത് എന്നെ അടുത്ത് വിളിച്ച് ചോദിച്ചു, നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. എനിക്ക് ഈ കാർഷിക മേഖലയിൽ തന്നെയാണ് എനിക്ക് ചെയ്യേണ്ടത്, അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ ഒരു പിന്നെ റിലേറ്റീവാണ് ഇന്ന ആൾ. അപ്പോൾ പുള്ളിക്കാരൻ ഇത്രയും നാളായിട്ട് ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ നീ എങ്ങനെയാണ് ഇതിൽ രക്ഷപ്പെടുന്നത്? അപ്പോൾ അവർ പേരൊക്കെ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ്റെ പിന്നെ കസിനൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, പക്ഷേ അപ്പം ഈ ഹർത്താലുള്ളപ്പോൾ നീ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ മറുപടി അതിന് പ്രോഡക്റ്റ് ആക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞു, ഇനി നീ ഇവിടെ നിൽക്കണ്ട, നീ അതിലോട്ട് തന്നെ പൊയ്ക്കോളൂ, ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും ഈ പിന്നെ വെട്ടുംകിളയിലും പുൽകൃഷിയുമൊക്കെ ചെയ്തു വന്നു. അപ്പോൾ ഇത് നിരന്തരം ചെയ്ത് ഏതാണ്ട് ഒരു 6-7 ഏക്കറോളം ഞാൻ പുൽകൃഷി ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, ഞാൻ അത്ര സ്ട്രഗിളിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് അന്ന് പിന്നെ അതിയന്നൂർ ബ്ലോക്കിൽ എന്നിട്ട് എനിക്ക് അവിടുത്തെ ഒരു പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നല്ല പുൽകൃഷിക്കുള്ള അവാർഡ് എനിക്ക് അവിടെ അവർ വന്ന് എല്ലാം റിസർച്ച് ചെയ്തിട്ട്, ഞാനപ്പോൾ അന്ന് സ്പ്രിംഗ്ലർ ഇറിഗേഷനൊക്കെ വെച്ചിട്ട് വലിയ രീതിയിൽ, അതായത് 100 മീറ്ററോളം ഒരു 1 സൈഡ് തന്നെ കിട്ടുന്ന രീതിയിൽ ഞാനിങ്ങനെ ഓരോ ഈ വെട്ടിക്കിളച്ച പുല്ല് നടുമ്പോഴത്തേക്കും ഇതിന് വേണ്ട, കാരണം ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിതിന് ഇത്രയും പുല്ല് നടുമ്പോഴത്തേക്ക് അതിന് വേണ്ട വെള്ളമൊന്നും ഓസ് വഴിയൊന്നും നമുക്ക് നനയ്ക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ടുപിടിക്കുക. അപ്പോൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ചെറിയ ഏതാണ്ട് 30 മീറ്റർ ഉള്ളത് ചെയ്യും, അപ്പോൾ അതിനുശേഷം 100 മീറ്റർ ഉള്ളത് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മൊത്തം ഏരിയ വെള്ളം നനയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒരു വലിയ കാഴ്ചയായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടിട്ട് അന്ന് എനിക്ക് അവാർഡിന് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് തിരുവനന്തപുരം ജില്ലയിലെ പുൽകൃഷിക്കുള്ള അവാർഡ് എനിക്ക് അന്ന് കിട്ടി. അന്ന് മിനിസ്റ്റർ ആയിരുന്നുള്ള ഗേരിയമ്മയാണ് എനിക്ക് അന്ന് ഈ അവാർഡ് എനിക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ നിരന്തരം എനിക്ക് ഈ അംഗീകാരങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഇപ്പൊ ഞാനിപ്പോ പശുക്കള് ഇപ്പൊ 2 പശുക്കളിൽ നിന്ന് ഒരു 10-20 പശുക്കളായി. പിന്നെ ഈ നമ്മൾ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പാല് പാക്ക് ചെയ്യുന്നത് സീല് ചെയ്താ ചെയ്യുന്നത്. അപ്പൊ പച്ചപ്പാല് തന്നെയാണ് പാല്. അപ്പൊ ഞാനിത് കറന്നുകൊണ്ട് വരും. അമ്മ ഒരു ലിറ്റർ 1/2 ലിറ്ററിൽ പാല് 1/2 ലിറ്റർ ഒഴിച്ചു തരും. അപ്പൊ ഞാനത് പാക്ക് ചെയ്ത് ഷോപ്പുകളിൽ കൊണ്ടുവരും. ആദ്യം ഫസ്റ്റ് ഹോട്ടലിലാണ് കൊടുത്തിരുന്നത്. പിന്നെ കടകളിൽ നിന്ന് എൻക്വയറി ആദ്യമായിട്ട് വരുന്നത് കോളേജ് ജംഗ്ഷനിൽ നിന്ന് ബാലൻ എന്ന് പറയുന്ന ഒരാൾ വഴിയാണ് എനിക്ക് ഒരു എൻക്വയറി 60 കവർ പാൽ ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ അവിടെ നിന്ന് അടുത്ത് കസ്റ്റമർ വാങ്ങിച്ചിട്ട് പോയിട്ടാണ് ഈ കടകൾ മൊത്തവും സപ്ലൈ വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള പാലിന്റെ ഉൽപാദനം കൂട്ടിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ 100-300ഓളം പശുക്കളായപ്പോഴത്തേക്കും എനിക്ക് തികയാതെ വന്നപ്പോൾ ഞാൻ പിന്നെ കളക്ഷൻ ഇറങ്ങി. ഈ കളക്ഷൻ ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാ വീടുകളിൽ ചെന്നിട്ടും ഈ 10 പശുക്കളുള്ളതുകൊണ്ട് 2 പശുക്കളുണ്ട്, ഇവരെല്ലാം ഞാൻ തന്നെ പോയി പുലർച്ചെ 2 മണിക്ക് പോയി പാല് കളക്ട് ചെയ്യും. പുലർച്ചെയും പോകും, അതുപോലെ തന്നെ വൈകുന്നേരവും ഞാൻ പോകും. അതായത് ഒരു പുലർച്ചെ 2 മണിക്ക് പോകും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 12-1 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ കറവയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അതിൽ പോകും. അപ്പൊ ഈ പാല് കൊണ്ടുവന്ന് അപ്പോഴൊന്നും പ്രോസസ്സിംഗ് ഒന്നുമില്ല, പിന്നെ പാക്ക് സീൽ ചെയ്ത് കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഏരിയ കൂട്ടുമ്പോഴത്തേക്ക് പാലിന്റെ ടെമ്പറേച്ചർ വിഷയമുണ്ട്, പാല് ചീത്താവുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് ചില്ലിങ് പ്ലാന്റ് വെക്കുന്നത്. അപ്പൊ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡി ലെവലിന്റെ അന്ന് ഏതാണ്ട് 6 ലക്ഷം രൂപയൊക്കെ അന്ന് ഉണ്ടാവുന്നുണ്ട്. ഡി ലെവലിന്റെ മിഷൻ, അതായത് പിന്നെ BMC എന്ന് പറയും, 1000 ലിറ്ററിന്റെ ഒരു BMCയും പാക്കിംഗ് മെഷീനാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതില് പാല് കൊണ്ടുവന്ന് ചില്ല് ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിന്റെ എണ്ണം കൂടി വന്നപ്പോഴത്തേക്ക് അതിനിടയ്ക്ക് എൻ്റെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ഈ മേഖലയിലോട്ട് വന്നുകൊണ്ട് തന്നെ എന്നെ വിവാഹം കഴിപ്പിക്കാനൊന്നും വീട്ടുകാർക്ക് അനുവാദമൊന്നുമില്ല. അതായത് അനുവാദം ഇല്ലെന്ന് വെച്ചാൽ താല്പര്യമില്ല, യോഗ്യതയില്ല. അപ്പൊ എനിക്ക് കല്യാണമൊന്നും ആലോചിക്കുന്നില്ല, കാരണം എനിക്ക് ഗവൺമെന്റ് ജോലി ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ആലോചന ഒന്നും ഉണ്ടാവത്തില്ല, ചിന്തയില്ല, സംസാരമില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് പിന്നെ അപ്പൊ എൻ്റെ അച്ഛൻ ആലോചിച്ചിട്ടില്ല. അപ്പൊ എൻ്റെ ഒരു ചേട്ടൻ യാദൃശ്ചികമായിട്ട് ഇവിടെ വരികയും പിന്നെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാളുണ്ടെന്നും താല്പര്യമുണ്ടെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പൊ അച്ഛൻ ഓക്കെ, വേറെ പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന് വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ചേട്ടൻ വന്ന് പറയുകയും എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പം പിന്നെ അതായത് പള്ളിക്കലാണ് സ്ഥലം. കാരണം ചേട്ടൻ്റെ വൈഫിന്റെ റിലേറ്റീവാണ്. അപ്പൊ അങ്ങനെ വന്ന് ഞാനും ചേട്ടനും കൂടെ പോയാണ് ആദ്യം പെണ്ണ് കാണുന്നത്. ഇഷ്ടപ്പെട്ട് സമ്മതമായി. അവർക്കും കാർഷിക മേഖലയാണ് ഉള്ളത്. അമ്മൂമ്മയ്ക്കൊക്കെ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത്രയും ഭയങ്കര താല്പര്യമായിരുന്നു അവർക്ക്. അങ്ങനെയാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അവർക്ക് താല്പര്യം ഉള്ളത് കൊണ്ട്, കാർഷിക മേഖല ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ വിവാഹം നടക്കുന്നത്. അപ്പോൾ അച്ഛൻ ഓക്കെ ആയി. അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് വിവാഹമേ നടക്കത്തില്ലായിരുന്നു. അപ്പോൾ വിവാഹം നടന്ന് അപ്പോൾ വൈഫിനും ഇതിനോട് വലിയ താല്പര്യമാണ്. അപ്പോൾ വൈഫ് വന്നതിന് ശേഷമാണ് സെക്കൻഡ് സ്റ്റെപ്പ് തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ ശരിക്കും പറഞ്ഞിരുന്നാല് ഞാൻ ചെയ്യുന്നത് പിന്നെ സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷൻ ആരുമില്ല, ഞാൻ തന്നെ മാത്രമാണ് ഈ മേഖലയിലിട്ട്, വേറെ ആരും തന്നെ ഇല്ല, എനിക്ക് ഹെൽപ്പായിട്ടില്ല. ഇപ്പൊ വിവാഹം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ജോലികളൊക്കെ വൈഫും കൂടെ ഏറ്റെടുത്തോടു കൂടിയാണ് എനിക്ക് റിലീഫ് കിട്ടുന്നത്. അന്ന് ശരിക്കും പിന്നെ സഹോദരങ്ങൾക്കാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും, സുഹൃത്തുക്കളൊന്നും ഇല്ല, ഫ്രണ്ട്സ് ഒന്നും ഇല്ല. കാരണം വെച്ചിരുന്നാല് ഞാൻ ഇതിനകത്ത് തന്നെ നിൽക്കുമ്പോഴത്തേക്ക് ആരുമായിട്ടും ബന്ധങ്ങളില്ലല്ലോ. കാരണം പശുക്കളുടെ കാര്യം നോക്കണം, സമയമില്ല, 24 hours ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ആരുടെടുത്തും സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അന്നുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം വൈഫുമായിട്ടാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ബുദ്ധിമുട്ടില്ല എന്നല്ല, ജീവിതകാലം മൊത്തം നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നല്ല, എല്ലാം ഒരു സക്സസ് ആയിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ കൂടെ അതുണ്ടാവും, ഇല്ല നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് പങ്കുവെക്കാൻ ഒരാളുണ്ടായി. അപ്പൊ പാക്കിംഗ് എല്ലാം വൈഫ് പഠിച്ചു, പിന്നെ പ്രോസസ്സിങ്. അപ്പൊ ഞാൻ ഈ പാക്കിംഗ് സമയത്താണ് ഞാൻ ഉറങ്ങുന്നത്, അല്ലാതെ ഒന്നും എനിക്ക് ഉറക്കമൊന്നുമില്ല, അത്രമാത്രം ഹാർഡ് വർക്കാണ്. അപ്പോൾ പിന്നെ ക്രമേണ പശുക്കളുടെ എണ്ണവും കൂടി, കളക്ഷനും കൂടി, പിന്നെ പ്രോസസ്സിങ്ങിലോട്ട് വന്നു.
അപ്പോൾ ഈ പ്രോസസ്സിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം ചില്ലിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് പ്രോസസ്സിങ് എന്ന് പറയുന്നത് റാ വാട്ടർ വെച്ചിട്ടുള്ള പ്രോസസ്സിങ് ആണ്. പാലെന്ന് പറഞ്ഞാൽ 80 ഡിഗ്രി തിളപ്പിച്ചിട്ട് 2 ഡിഗ്രി 1 ഡിഗ്രി 2 ഡിഗ്രി ടെമ്പറേച്ചറിലോട്ട് തണുപ്പിക്കണം. അതിനാണ് പ്രോസസ്സിങ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അത് ചെയ്യണമെങ്കിൽ അത് നല്ല എമൗണ്ട് ആവും. അപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് പ്രോസസ്സിങ് എന്ന് പറയുന്നത് റാ വാട്ടറിലാണ് പ്രോസസ് ചെയ്യുന്നത്. അതായത് തിളപ്പിക്കും, 80 ഡിഗ്രി വരെ തിളപ്പിക്കും, 30 ഡിഗ്രിയിലാണ് പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ റാ വാട്ടറിൽ ഈ വെള്ളം ഒഴുക്കി വിടുക, റീചില്ലിങ് ഉണ്ടാവത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പാണ് യഥാർത്ഥത്തിൽ ഒരു പ്രോസസ്സിങ് പ്ലാന്റ് എന്നുള്ള രീതിയിലോട്ട്, പാസ്ചറൈസേഷൻ പ്ലാന്റ് എന്ന രീതിയിലോട്ട് വരുന്നത്. അപ്പോൾ അത് അപ്പോഴും ചില്ലിങ്ങും വരുന്നുണ്ട്. 80 ഡിഗ്രി തിളപ്പിച്ചിട്ട് 1 ഡിഗ്രി തണുപ്പിക്കുന്ന രീതിയിലോട്ട് പ്രോസസ്സിങ് പാക്കിംഗ് എല്ലാം വന്നു. അപ്പോൾ ഇതെല്ലാം വന്നെങ്കിലും ബ്രാൻഡ് ആയിട്ടില്ല. ബ്രാൻഡ് ശരിക്കും പറഞ്ഞിരുന്നാൽ വെള്ള പാക്കറ്റ് തന്നെയാണ് ഞാൻ അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഈ ഞാനിങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഒരുപാട് കോമ്പറ്റീഷൻ വന്നു. അതായത് എന്നെ പോലെ തന്നെ മറ്റുള്ളവരും പാക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കസ്റ്റമറുടെ റിവ്യൂ അനുസരിച്ച്, കടക്കാരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഇതിനൊരു പേര് വേണമെന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പേര് വയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ പേര് തന്നെ നിർബന്ധപൂർവ്വം വയ്ക്കണമെന്നുള്ള എനിക്കൊന്ന് 2005 ആകുമ്പോഴത്തേക്ക് ബ്രാൻഡിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ഒരു നിർബന്ധപൂർവ്വം അമ്മയുടെ പേര് തന്നെ വരണം. അപ്പോൾ അമ്മയുടെ പേര് എന്ന് പറഞ്ഞാൽ ഇന്ദിരാദേവി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അമ്മയുടെ പേര് ഇന്ദിരാദേവി എന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് ഷോർട്ട് ഫോം എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് ഇന്ദിരാദേവി എന്നുള്ളത് ഐയും ഡിയും കൂടെ എടുത്തിട്ട് ID എന്നുള്ള ആ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ID മിൽക്ക് എന്നുള്ള ഒരു ബ്രാൻഡ് വരുന്നത്. അപ്പോൾ അമ്മയുടെ പേര് വെക്കാൻ കാരണം വെച്ചിരുന്നാൽ ഈ ഇത്രയും കഷ്ടപ്പാടിലൂടെയും എനിക്ക് ഒരു സപ്പോർട്ടായിട്ട് കിട്ടുന്ന, അതായത് ഞാൻ എത്ര കഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അമ്മയും അതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ രാവിലെ പുലർച്ചെ 2 മണിക്ക് കഴിക്കും, കിടക്കുന്നത് ഏതാണ്ട് 12-1 മണിക്കാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഉറക്കമൊന്നുമില്ല. അപ്പോൾ എന്നെ വിളിച്ചുണർത്തുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മ എന്നെ വിളിച്ചുണർത്തണമെങ്കിൽ അമ്മ ഉറങ്ങുന്നുണ്ടാവില്ലല്ലോ. അപ്പം അമ്മ പോകുന്നുണ്ട്. അപ്പം ഞാനും കിടക്കാൻ 12 മണിക്ക് കിടക്കുന്നു, അല്ലെങ്കിൽ 1 മണിക്ക് കിടക്കുന്നുണ്ട്, 2 മണിക്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ 2 മണിക്ക് വിളിച്ചുണർത്തണമെങ്കിൽ അമ്മയ്ക്കും അമ്മ എത്രമാത്രം, അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അമ്മ എന്നെ വിളിച്ചുണർത്തുന്നു, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ നിർബന്ധപൂർവ്വം അമ്മയുടെ പേര് വരണം എന്നുള്ള കാര്യം വെച്ചിരുന്നാൽ ഇതിൻ്റെ A-Z വിഷമങ്ങളെല്ലാം അനുഭവിച്ചത് അമ്മ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മയുടെ പേര് തന്നെ വരണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം അമ്മയ്ക്കും അവഗണനകൾ ഒരുപാടുണ്ടായി ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത് കൊണ്ടും അല്ലാതെയും. അപ്പോൾ ഇതെല്ലാം ഒരു 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 മനുഷ്യൻ, ഒരു വ്യക്തി പൂർണ്ണ രൂപത്തിലോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് ഒരു വ്യക്തിത്വത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൻ്റെ അന്തരീക്ഷങ്ങൾ എല്ലാവരെയും ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിന് പ്രധാന ഘടകം വീട്ടിലെ അന്തരീക്ഷങ്ങളാണ്. അപ്പോൾ ഇനി അത് നമുക്ക് എത്രമാത്രം ആ ബുദ്ധിമുട്ട് നമുക്കതിനെ നല്ല രീതിയിലോട്ട് കൊണ്ടുവരാൻ, അതൊക്കെ നമ്മുടെ ഉൾച്ചൂടായിട്ട് അഗാധമായിട്ട് വലിയ ഒരു ഡ്രീമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതാണ് നമ്മുടെ പുറത്ത്. അതായത് ഒരു വിത്ത് അത് വളർന്ന് മുട്ടിട്ട് ഒരു പുഷ്പമായിട്ട് മാറുന്നതിൻ്റെ പ്രധാന ഘടകം നമ്മുടെ വീട്ടിൻ്റെ അന്തരീക്ഷങ്ങൾ തന്നെയാണ്. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഞാനൊരു കവിത എഴുതി കേട്ടോ. ഞാൻ കവിത എഴുതുന്ന ആളൊന്നും അല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള വിഷമങ്ങളിലോട്ട് ഇങ്ങനെ ആർന്നിറങ്ങി ഒരു രക്ഷയുമില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ അതായത് നമ്മൾ അന്ധകാരം ഉണ്ടല്ലോ, അതിനകത്ത് അകപ്പെട്ടു പോകുന്ന ഒരു സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഒരു കവിത എഴുതി. ഞാൻ അറിഞ്ഞില്ല എൻ പൂക്കാലം, ഇപ്പോൾ കൊഴിഞ്ഞു പോയ ആ പൂക്കാലം, ആ പൂക്കാലത്തെ വരവേൽക്കാനാകുമോ എൻ യുവമിഥുനമേ, പണ്ടെനിക്ക് ആശയില്ല, വിഷാദമാണ് എനിക്ക് കൂട്ട്, ആ കൂരിരുട്ടിൽ തപ്പിത്തടയുകയാണ് എൻ മനം. ഇതിലങ്ങ് തീരുകയാണ്, ആ കവിത അങ്ങ് തീരുകയാണ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞിരുന്നാൽ ആദ്യമേ പറയേണ്ടത് ഞാൻ അറിഞ്ഞില്ല എൻ പൂക്കാലം. അതായത് എൻ്റെ യൗവനത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കളിച്ച് നടക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ആ പഠിക്കുന്ന അതിന് മുമ്പുള്ള കാര്യമല്ല, ശരിക്കും യൗവനം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മനുഷ്യന്റെ വസന്തകാലം അല്ലേ. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഈ പശുക്കളുടെ പുറകെയും ചാണകവും ഗോമൂത്രവും കൃഷിപ്പണിയായിട്ട് അങ്ങ് നടക്കുക. അപ്പോൾ എൻ്റെ ആ യൗവനത്തിൽ ഞാൻ കളിച്ച് കിടന്നെങ്കിൽ എനിക്കിന്നൊരു സ്ഥാപനം ഉണ്ടാവത്തുണ്ടായിരുന്നില്ല. ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിന് വേദനിച്ചിട്ട് ഇനി എനിക്ക് ആ പൂക്കാലം ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അറിഞ്ഞില്ല എൻ പൂക്കാലം കൊഴിഞ്ഞു പോയി. അതായത് ആ പൂക്കാലം കൊഴിഞ്ഞു പോയി.
ഞാൻ അറിഞ്ഞില്ലേൽ പൂക്കാലം, കൊഴിഞ്ഞു പോയ ആ പൂക്കാലം. ആ പൂക്കാലത്തെ വരവേൽക്കാനാകുമോ എൻ യുവമിഥുനമേ, ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു. ഇതെല്ലാം നടന്നു കഴിഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമാണ് ഇത് ചോദിക്കുന്നത്, എൻ്റെ ഇനി ആ വസന്തകാലം തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത്. ശരിക്കും എൻ്റെ വസന്തകാലമാണ് ഇപ്പോഴും. എൻ്റെ ജീവിതത്തിന്റെ യൗവനം ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചൊരു യൗവനം എനിക്ക് എൻ്റെ സക്സസിലൂടെ എനിക്ക് തിരിച്ചു കിട്ടി. അത് എൻ്റെ വൈഫ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ പ്ലാന്റിന്റെ സ്ഥാപനത്തിൽ എൻ്റെ ബന്ധുക്കളെയായിട്ടോ എൻ്റെ സുഹൃത്തുക്കളായിട്ടോ ആരും തന്നെ ഞാൻ വച്ചിട്ടില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്കൊരു ബന്ധം കൊണ്ടോ സുഹൃബന്ധം കൊണ്ടോ കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരാളുടെ സഹായിക്കുന്നത് കൊണ്ടോ ഒരിക്കലും ഒരു സ്ഥാപനമോ ഒരു വ്യക്തിയോ ഉണ്ടാവത്തില്ല. അയാളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായാൽ മാത്രമേ അയാളുടെ വ്യക്തിത്വം, അയാളുടെ വിദ്യാഭ്യാസം ആവട്ടെ, അയാളുടെ മനസ്സുകൊണ്ടാവട്ടെ, ഒരാൾ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ അയാൾക്ക് ജോലി കിട്ടത്തുള്ളൂ. ഇല്ലാതെ നമ്മുടെ ഉള്ളിൽ തണലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ വ്യക്തി വളരത്തില്ല. എൻ്റെ അച്ഛൻ വളരെ തീക്ഷ്ണമായിട്ട് ഒരു സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാനൊരു സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചത് പറഞ്ഞാണ്, ഒരു കാരണവശാലും അത് പറഞ്ഞാൽ എന്നെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ, ഒരു കാരണവശാലും ഞാൻ നിന്നെ സഹായിക്കത്തില്ല. കാരണം നിന്റെ തന്നിഷ്ടത്തിന് വേണ്ടിയിട്ട് നീ എടുത്ത മേഖലയിൽ നിനക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം നീ രക്ഷപ്പെട്ടാൽ മതി. ഞാൻ അതിൽ ഒരു കാരണവശാലും നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ശരിക്കും അതൊരു അച്ഛൻ പറഞ്ഞ ഒരു വേർഡാണെങ്കിലും എനിക്ക് പിന്നെ അത് മനസ്സിലായി. അത് ദേഷ്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെറുപ്പ് കൊണ്ടായിരിക്കാം, അതിന് സത്യമുണ്ടായിരിക്കാം. കാരണം ഞാൻ ഇത് മതിയാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല ചാൻസ് ഉണ്ട്. ഒന്ന്, എനിക്ക് പുറത്തോട്ട് പോകാം, ചേട്ടൻ ഇംഗ്ലണ്ടിലാണ്, അല്ലെങ്കിൽ എനിക്ക് ജോലി ഏറ്റെടുക്കാം, എന്തെങ്കിലും ചാൻസുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് മടുത്ത് പോകട്ടെ, അപ്പൊ അല്ലെങ്കിൽ നിന്റെ കഴിവുകൊണ്ട് നീ രക്ഷപ്പെട്ടോ എന്നുള്ളതാണ് അതിന്റെ ചോദ്യം. പക്ഷെ അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുകയും ഞാൻ പിന്നെ എപ്പോഴും ഇതൊക്കെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊരു സത്യം ഉണ്ടായിരുന്നു. എന്നെ അന്ന് സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വിജയിക്കത്തില്ലായിരുന്നു. അതിന് കാരണം, ഇതിനിടയിൽ തന്നെ എനിക്ക് അച്ഛൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞ എഞ്ചിനീയർ ആയിരുന്നു. ചേട്ടൻ്റെ വൈഫ് എന്ന് പറയുന്നത് പിന്നെ ടീച്ചറായിരുന്നു, ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. ഒരിക്കൽ ഇവർക്കൊക്കെ എൻ്റെ അടുത്ത് ആദ്യം വലിയ കാര്യവും പിന്നെ ഭയങ്കര വെറുപ്പും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ദയനീയത കൊണ്ട്, കഷ്ടത കൊണ്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എത്ര രൂപ ഉണ്ടെങ്കിൽ, എത്ര ലക്ഷം രൂപ കിട്ടിയാൽ നീ രക്ഷപ്പെടും എന്ന് ചോദിച്ചു. അന്ന് അതേ നാണയത്തിൽ ഞാൻ മറുപടി പറയാണ്, വല്യമ്മ എനിക്ക് എത്ര കാശ് തന്നാലും ഞാൻ രക്ഷപ്പെടത്തില്ല. അപ്പൊ കാരണം വെച്ചിരുന്നില്ല, അന്ന് നമുക്ക് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുന്ന പോലത്തെ അവസ്ഥയാണ്. കാരണം എൻ്റെ കാശ് അടിച്ചുകൊണ്ട് പോയ ആൾക്കാർ ആവശ്യം പോലെയുണ്ട്. നമ്മുടെ മൈൻഡ് മാറിപ്പോയി. അപ്പോൾ ഒരു കാരണവശാലും അതിൽ രക്ഷപ്പെടത്തില്ല. അപ്പൊ ഞാൻ അന്ന് കാശ് കൊണ്ടും ആ അച്ഛൻ പറഞ്ഞതിന് ശേഷമുള്ള കുറെ കാലത്തെ, കാരണം നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞ് അതിശക്തമായിട്ട് നമ്മൾ ഒരു തൊഴിൽ ചെയ്ത് പോകുമ്പോഴത്തേക്കും വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. വീഴുമ്പോഴത്തേക്ക് ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിച്ചിരുന്നാലും നമ്മുടെ കയ്യിൽ നമ്മുടെ മൈൻഡ് ഔട്ടായി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ബാധ്യതയുമുണ്ട്. ബാധ്യതയെ കുറിച്ചൊന്നും ചിന്തയില്ലല്ലോ. നമുക്കൊരു ബാധ്യതയാണോ എന്നും നമുക്ക് ചിന്തയൊന്നുമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ മറുപടി ഇതാ, പക്ഷെ എനിക്ക് തന്നെ അറിയാം, ഞാൻ തന്നെ ശ്രമിച്ചാലേ ഇനി കയറി വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ വീണ്ടും പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ നിൽക്കുകയും അവാർഡൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും എൻ്റെ മെമ്മറിയെ, കല്യാണത്തിന് ശേഷം ഒന്നല്ല, കല്യാണമൊക്കെ പിന്നെയാ. അപ്പൊ അതിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ ഞാൻ ഇത് പലതും മാറി മാറി പറയുന്നുണ്ടെങ്കിലും ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാണ്ട് വരുന്നതാ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒരു അവസ്ഥയിൽ പോകുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ സ്വയം എനിക്ക് ഇനി മൈൻഡ് റീചാർജ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നടക്കത്തുള്ളതെന്നും വീണ്ടും ഞാൻ പഠിക്കാൻ പോവുക. അതിന് കാരണമുണ്ട്. അതിന്റെ 2 ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്നെ പുറത്തു കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശമാണ് വീട്ടുകാർക്കുള്ളത്. അപ്പൊ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നു, വീണ്ടും പഠിക്കാൻ പോയി. അപ്പൊ എന്റെ ഫ്രണ്ട് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാൾ തന്നെ, എൻ്റെ പേര് രഞ്ജിത്താണ്, പോയ സ്ഥലത്തും രഞ്ജിത്ത് തന്നെയാണ്. ഞാനും അവനും കൂടെ 1 വയസ്സിന്റെ വ്യത്യാസമുണ്ടുള്ളൂ. പുള്ളിക്കാരൻ അവിടെ പഠിക്കാൻ വരുന്നതെന്ന് വെച്ചിരുന്നാല് പിന്നെ എല്ലാ പേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാർ, അതായത് ഡോക്ടേഴ്സ് വരുന്നുണ്ട്, എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്, MBA വരുന്നുണ്ട്. അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ പഠിക്കാൻ വരുന്നത്. പിന്നെ ഞാനും അവിടെയുണ്ട്. അപ്പൊ അവിടെ ഒരു പഠനം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയാണ്. കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര പ്രത്യേകം. അപ്പൊ എൻ്റെതും പോസിറ്റീവ് ചോയ്സാണ് എനിക്ക് എപ്പോഴും വരുന്നത്. പുള്ളിക്കാരനും അത് തന്നെയാണ് പാഠ്യ വിഷയം. പുസ്തകം എഴുതുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത്, പോസിറ്റീവ് തിങ്കിന്റെ പുസ്തകം എഴുതുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഏതാണ്ട് ഒരു 8 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ അലയുമായിരുന്നു. ഓരോ കോളേജുകളിൽ പോയിട്ടുണ്ട്. ഭയങ്കര അനുഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതിലുള്ള ഒരു മെസ്സേജ് ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരയ്ക്കും, നന്നായിട്ട് വരയ്ക്കുന്ന വ്യക്തിയാണ്.
അപ്പോൾ എന്നെ ഫൈനാൻസ് കോളേജിലാക്കാനൊക്കെ ആയിരുന്നു പിൽക്കാലത്ത് എൻ്റെ അച്ഛനും അല്ലെങ്കിൽ ഫാമിലി ഉള്ളവർക്ക് അവൻ വരച്ചെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരിക്കലും അതായത് നമ്മൾ എന്ത് മേഖല എടുത്തിരുന്നാലും സക്സസ് ആക്കണമെന്നുള്ള ഒരു അതിശക്തമായിട്ട് എനിക്ക് ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫൈനാൻസ് കോളേജിലാക്കാൻ വന്നപ്പോഴും ഞാൻ ചിന്തിച്ചു, എനിക്ക് വരയ്ക്കാനുള്ള കഴിവ് അത് ഉണ്ട് എങ്കിലും അതിൽ ഞാൻ പൂർണ്ണനാണോ എന്നുള്ള ചിന്തയാണ്. പക്ഷേ നമുക്ക് പൂർണ്ണത എന്ന് പറഞ്ഞാൽ നിരന്തരത്തിലുള്ള ഒരു അഭ്യാസത്തിലൂടെ ആ പൂർണ്ണതയിൽ എത്താൻ പറ്റത്തുള്ളൂ. അന്നത്തെ എൻ്റെ അറിവിൽ എനിക്ക് അതല്ല ചിന്തിക്കാൻ പറ്റിയത്. ഞാൻ വരച്ചാൽ ഒരു എം ഹുസൈൻ ആവാനൊന്നും പറ്റത്തില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഒരു ആർട്ടിസ്റ്റായിട്ട് പേരിട്ടിട്ട് എനിക്ക് എന്ത് പ്രയോജനം എന്ന കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല, നമുക്ക് വളരാൻ പറ്റുന്ന മേഖല, അല്ലെങ്കിൽ നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന മേഖല അതൊന്നുണ്ടോ നമ്മുടെ അധ്വാനത്തിലൂടെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൽ നിന്നും പിൻവലിച്ചിട്ടാണ് ശരിക്കും ഇതിലോട്ട് വരുന്നത്. അപ്പം ഞാൻ ബേസിക്കലി ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ഉള്ളിൽ കിടക്കുന്നതാണ് ID എന്നുള്ള ബ്രാൻഡ് ഉണ്ടാവുന്നത്. അതെല്ലാം ഞാൻ എൻ്റെ ആ എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് വരയ്ക്കാനുള്ള കഴിവാണ് ID മിൽക്ക് എന്നുള്ള ബ്രാൻഡും അല്ലെങ്കിൽ ആ ID എല്ലാം ഞാൻ തന്നെയാണ് വരച്ചത്. ഒരു വിഷയം ഉണ്ടായി, പിന്നെ അവിടെ ഈ ബുക്ക് എഴുതുമ്പോൾ തന്നെ അതിന് ഓരോ തീമുകൾ ഉണ്ടായിരുന്നു. ഒരു നമ്മുടെ പിന്നെ കോഴ്സൊന്നും അല്ല, അവിടെ ശരിക്കും പറഞ്ഞ അക്കൗണ്ട്സ് ആണ് മെയിൻ ആയിട്ട് ഞാൻ പോയത്. കാരണം എനിക്ക് പുറത്തു പോകണമെങ്കിൽ അത് വേണമല്ലോ. ഞാൻ എന്ത് പഠിക്കാൻ പോകണമെന്ന് വീട്ടിലുള്ളവർക്ക് ഞാൻ പഠിക്കുന്നത് പിന്നെ അക്കൗണ്ട്സ് ആണെങ്കിലും ഞാൻ എവിടെ പഠിക്കാൻ പോകണമെന്ന് വീട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. ഞാനിതിപ്പം സ്വയം തയ്യാറായി പോകുന്നതാ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണെങ്കിലും, പക്ഷെ എനിക്ക് മൈൻഡ് ഔട്ട് ആയത് റീചാർജ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിന്റെ സ്കില്ലുള്ളതുകൊണ്ട് പലതരത്തിലുള്ള പോസിറ്റീവ് തിങ്കിന്റെ അപ്പോൾ എനിക്ക് അവിടെ ഒരു വിഷയം കിട്ടിയെന്ന് വെച്ചിരുന്നാല് ഞാൻ വരയ്ക്കുന്നതായതുകൊണ്ട് അവിടെ ഈ ബുക്കിലെല്ലാം തന്നെ ഓരോ ചിഹ്നങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെക്കുന്നതിന്റെ പല ഇതുകള്, അല്ലെങ്കിൽ പിന്നെ കിണർ വെട്ടുന്ന ഒരു ആളിന്റെ മെസ്സേജുകൾ. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് അടയ്ക്കലോ എന്ന് പറയുന്ന ഒരാളാണ് അത് വരച്ചിരുന്നത്. പുള്ളിക്കാരൻ പിന്നെ ആർട്ടിസ്റ്റാണ്. ഞാനും രഞ്ജിത്തും കൂടെ പോയി കണ്ടിട്ടൊക്കെ തന്നെയാണ് അതൊക്കെ ചെയ്തെങ്കിലും ഞാനും അതിൽ 2 വിഷയങ്ങൾ വരച്ചിട്ടുണ്ട്. ഒന്ന് ഗ്ലാസ് വെള്ളം നിറയ്ക്കുന്നതിന്റെ ഒരു മെസ്സേജ്, രണ്ടാമത് ഒരു കിണർ വെട്ടുന്ന ഒരാളുടെ തോട്ടുമാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ വെച്ചിരുന്നാല് ഒരു കിണർ വെട്ടുകാരൻ ഒരുപാട് ഒരു നല്ല രീതിയിൽ കിണർ ഒഴിച്ചപ്പോഴത്തേക്ക് അതിൽ വെള്ളം കിട്ടിയില്ല. കിട്ടത്തില്ലെന്ന് ഉറപ്പായപ്പോൾ അയാൾ വേറൊരു കുഴി ഒഴിച്ചു. അങ്ങനെ ഒരു 6-7 കുഴികൾ കുഴിച്ചിട്ട് വെള്ളം കിട്ടിയിട്ടില്ല. അപ്പൊ അതിലെ മെസ്സേജ് എന്ന് പറയുന്നത് ഈ എഫേർട്ട് എല്ലാം കൂടെ ഒന്നിൽ കൊടുത്തു കഴിഞ്ഞിരുന്നാല് ഉറപ്പായിട്ടും വെള്ളം കിട്ടിയേനെ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഏതാണെങ്കിലും അതിൽ ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിരുന്നാല് അത് നമ്മുടെ എഫേർട്ടായിട്ട് മാറുകയും നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയും സക്സസ് ആയിട്ട് മാറുകയും ചെയ്യും. കാരണം അത് എളുപ്പവും നടക്കത്തില്ല. ഈ ഒരു മെസ്സേജ് വീണ്ടും എൻ്റെ ഉള്ളിൽ ചിന്തയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്നും ഇത് പോകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ജോലികളെല്ലാം ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഞാൻ മെല്ലെ വീണ്ടും എൻ്റെ ശ്രദ്ധ ഇതിലോട്ട് വരികയും പൂർണ്ണമായിട്ടും ഞാൻ ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. അതാണ് ഒരു 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിരന്തരം ഈ ഒരു രീതിയിലോട്ട് പോവുകയും പിന്നെയാണ് വിവാഹത്തിലോട്ടൊക്കെ പോകുന്നത്. ഈ സ്ഥാപനം ഇങ്ങനെ ആയി തീർന്നതാണ്. കാരണം വെച്ചിരുന്നാല് ഇത് പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ നമ്മൾ രൂപപ്പെടുത്തിയ ഒരു കാര്യമല്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വെറുതെ സീലിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്, രണ്ടാമത് ചില്ലിംഗ് ആണ്, മൂന്നാമത് റാ വാട്ടറിലെ പ്രോസസ്സിങ്, നാലാമതാണ് യഥാർത്ഥ പ്രോസസ്സിങ്, അന്നും ഹോമോജനസ് ഇല്ലായിരുന്നു, അഞ്ചാമതാണ് പൂർണ്ണമായിട്ടും ഒരു ഡയറിയുടെ ഒരു പൂർണ്ണ രൂപം ഉണ്ടായത്. 5ാമത്തെ ഘട്ടത്തിലാണ് പൂർണ്ണ രൂപം. അപ്പൊ ഈ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതും ഈ 5 പ്രോസസ്സിങ്ങിലൂടെ പോകുമ്പോഴത്തേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞിരുന്നാല് ഇത് എനിക്ക് ഒരാൾ പഠിപ്പിച്ചു തന്നത് ഒന്നുമല്ല, എനിക്കുണ്ടായ കാരണം ഇപ്പൊ ആദ്യം പാക്ക് ചെയ്തു, സീലിംഗ് ചെയ്തു, പറ്റാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ പാക്കിംഗ് മെഷീനിലോട്ട് മാറി, അത് ലൈഫിനെ സംബന്ധിച്ചിടത്ത് വന്നപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ആ ചില്ലിങ്ങിലോട്ട് പോയി, ചില്ലിങ്ങിൽ നിന്ന് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ആയപ്പോഴത്തേക്ക് അത് ലൈഫ് കിട്ടാൻ വേണ്ടി പ്രോസസ്സിലോട്ട് പോയി. ഇതെല്ലാം തന്നെ ഒരു എക്സ്പീരിയൻസിലൂടെ മാത്രമാണ്. നമുക്കല്ലാതെ ഞാൻ ഡയറി ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പോഴാണ് ഞാൻ പുറത്തൊക്കെ ഞാൻ പോകുന്നത്, അല്ലാതെ ഞാൻ ഒരു ഡയറി ഞാൻ കണ്ടിട്ടില്ല. അതായത് എൻ്റെ ഈ പൂർണ്ണ രൂപത്തിലുള്ള ഡയറി ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇവിടെ സ്റ്റാഫുകളെ വെക്കുന്നതും അന്നും ഞാനാണ് പ്രോസസ് ചെയ്യുന്നത്. എനിക്ക് റിലീഫ് കിട്ടുന്നതും എൻ്റെ വൈഫാണ് പ്രോസസ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് ഞാൻ പ്രോസസ്സ് പഠിപ്പിക്കുന്നത്. അതിന് എത്രയോ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്ത് പ്ലാന്റ് പോയി കാണുന്നത്. അത് ഈ പൂർണ്ണ രൂപത്തിലുള്ള പ്ലാന്റ്
ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ പാല് പിന്നെ ഒരു പ്രോസസ്സിങ് പ്ലാന്റ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ അതുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഞാനിപ്പോ വെച്ച പ്ലാന്റ് എല്ലാം എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടി. കാരണം ഇതെന്ന് പറഞ്ഞിരുന്നത് നമുക്ക് നമ്മുടെ ഒരു പ്ലാന്റില് ഓരോ പ്രോഡക്റ്റും അല്ലെങ്കിൽ ഓരോ മെഷീൻസ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഒരു 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 എക്സ്പേർട്ട്, ഒരു എഞ്ചിനീയർ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനപ്പുറം ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റിലാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മുടെ എക്സ്പീരിയൻസിലൂടെ അത്രയും അനുഭവ സമ്പത്ത് എനിക്ക് കിട്ടി. അപ്പൊ അതില് ശരിക്കും പറഞ്ഞിരുന്നാല് ഈ അനുഭവ സമ്പത്ത് അന്ന് ഈ പാക്കിംഗ് മെഷീൻ ആയിരുന്നാലും ഈ ഹോമോജനൈസർ എന്ന് പറഞ്ഞ ഒരു മെഷീനൊക്കെ സർവീസ് ചെയ്യുന്നത് അടക്കം ഞാനാണ്. ഇതിനൊക്കെ എനിക്ക് ടെക്നിക്കൽ ഒരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അന്ന് ഇവർക്ക് സർവീസ് ചെയ്യാൻ പോലും കാശ് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതിന്റെ എന്ത് പ്രശ്നങ്ങൾ വന്നിരുന്നാലും, എന്ത് കഷ്ടപ്പാട് വന്നിരുന്നാലും, എന്ത് മെഷീൻ അന്ന് ഷട്ട് ഡൗൺ ആയാൽ തീർന്നു, കറണ്ട് ഇല്ലെങ്കിൽ തീർന്നു. അപ്പോൾ അന്ന് കറണ്ട് പോയാൽ ഞാൻ ട്രാൻസ്ഫോമറിൽ പോയി ഞാൻ കെട്ടിയിടും. അതായത് അത് ഒരു ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 12 മണിക്കാവാം, പുലർച്ചയാവാം. ഇതെങ്കിലും ഞാൻ തന്നെ പോയി സെറ്റ് ചെയ്താൽ മാത്രമേ അന്ന് ഒരു വർക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ അസുഖം വന്നാലും തീർന്നു. അപ്പോൾ ഇതിനിടയിൽ ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് അസുഖം പല പ്രാവശ്യം പനിയൊക്കെ വരും, എന്നിരുന്നാലും ചെയ്തേ പറ്റത്തുള്ളൂ. എന്നെ കിടപ്പിലിരുത്തി ഒരേ ഒരു പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നത് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഒരു അതപ്പോഴും പ്രോസസ്സിങ് ഒന്നും ആയിട്ടൊന്നുമില്ല. അത് മാത്രമാണ് ആ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ റെസ്റ്റ് എടുത്ത ഒരേ ഒരു സമയം. ആ ചിക്കൻ ബോക്സ് വന്ന ഒരു സമയം മാത്രം. അന്ന് എനിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. അതെനിക്ക് തോന്നുന്ന ഒരു 6-7 ദിവസം, എനിക്ക് അതിൻ്റെ കാലയളവ് എനിക്കറിയത്തില്ല. അത്രയും മാത്രമാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ റൂമിൽ തന്നെ പിന്നെ ഇരുന്ന് അല്ലെങ്കിൽ കിടന്ന സമയം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. ശരിക്കും അത് പൂർത്തിയാവുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഇറങ്ങേണ്ടിയും വന്നു. കാരണം എനിക്ക് പകരം നിന്ന ആൾക്കാർ ആ സമയത്ത് അവർ പിന്നെ ശരിക്കും അന്ന് ആന്ധ്രക്കാരാണ് നിന്നത്. അവർക്ക് ഇതൊന്നും അതിനുള്ള അറിവോ തിരിച്ചറിവൊന്നുമില്ല. അവർക്ക് സാലറി കിട്ടാൻ വേണ്ടിയിട്ട് അവർ 3-4 പേരാണ് ഉണ്ടായിരുന്നത്. അന്ന് 300ഓളം ബസ്സുകളുണ്ടായിരുന്നു കറക്കുന്നതും, മെഷീൻ വെച്ചിട്ടൊക്കെയാണ് കറക്കുന്നത്. അന്ന് അവർ പൊക്കളാണ്. അന്ന് ശരിക്കും പറഞ്ഞിരുന്നാൽ അന്നാണ് ഈ ഹൈടെക്കിലോട്ട് പോകുന്നത്. എന്നെ രണ്ടാമത് ചിന്തിപ്പിച്ച ഒരു കാര്യം, ഒരു പശു മിണ്ടാപ്രാണി, മനുഷ്യന് ബോധമുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. പക്ഷെ മിണ്ടാപ്രാണികൾക്ക് എങ്ങനെയാണ് തിരിച്ചറിവുണ്ടാകുന്നത്? അപ്പോൾ ഇവർക്ക് മനുഷ്യനായിട്ടുള്ളവർക്ക് ആ തിരിച്ചറിവില്ലാണ്ട് ഞാൻ ചിക്കൻ ബോക്സ് നടന്ന സമയത്ത് ഇവർ ആരെയോ വാക്ക് കണ്ടിട്ട് ഇവരെല്ലാം പോയി. അപ്പോൾ അടുത്ത് പശുവിനെ കറക്കാനോ പശുവിന് ആഹാരം കൊടുക്കാനോ ആരുമില്ല. അപ്പോൾ ഞാൻ അന്ന് ഒരു വ്യക്തി അന്ന് വീണ് കിടന്നാൽ ഈ മിണ്ടാപ്രാണികളുടെ കാര്യം ഗതികേടാണ്. അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചു, എനിക്കൊരു വയ്യായിക വന്നിരുന്നാലും അത് വെള്ളം കുടിച്ചെങ്കിലും കിടക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റം ഞാൻ ചെയ്യുന്നത്. അത് അങ്ങനെയാണ് ഈ ഡയറി ഫസ്റ്റ് ഡെവലപ്മെന്റ് അതാ. അല്ലെങ്കിൽ ഞാൻ ഒരു 3-4 തൊഴുത്തിലായിട്ടാണ് ഞാൻ പശുക്കളെ കെട്ടിയിരുന്നതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റത്തിൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ സ്പ്രിംഗ്ലർ ഇറിഗേഷനൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് പ്ലംബിംഗ് ഒക്കെ ഞാൻ സ്വയം പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റം ഞാൻ തന്നെ അന്ന് അവിടെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരുപാട് ഡയറി ഫാമിലെല്ലാം വാട്ടർ സിസ്റ്റം എല്ലാം വന്നു. എനിക്ക് അങ്ങനെ 2ാമത്തെ ഒരു അവാർഡ് കിട്ടി, ഹൈടെക് ഡയറിക്കുള്ള അവാർഡ്. അതും ഡയറി മേഖലയിൽ പിന്നെ അന്ന് എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. ആ ഒരു ഡോക്ടർ ഇവിടെ കാണാൻ വരികയും ആ ഡോക്ടറുടെ അന്ന് ആദ്യമായിട്ട് സബ്സിഡി 2 ലക്ഷം രൂപ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഹൈടെക് ഡയറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് കണ്ടിട്ട് അന്ന് അലോട്ട്മെന്റ് എനിക്ക് വേറെ ആരും ഇത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് അന്ന് കിട്ടാൻ കാരണം. അല്ലെങ്കിൽ എനിക്ക് അതും കിട്ടത്തില്ല. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രം. പിന്നെ MSME അവാർഡ് കിട്ടിയ സമയത്ത് എനിക്ക് ഒരു 50,000 എന്തോ എനിക്ക് ക്യാഷ് അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയുള്ള കാര്യങ്ങൾ. ബാക്കിയെല്ലാം പിന്നെ ലോൺ ആവട്ടെ അതെല്ലാം അല്ലാതെ എടുത്തിരിക്കുന്നത്. കാർഷിക ധനസഹായങ്ങളൊന്നും തന്നെ ഒരു കാർഷിക മേഖലയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. കാരണം വെച്ചിരുന്നാല് അങ്ങനെ സഹായമൊക്കെ ചെയ്താൽ നമ്മൾ വളരത്തില്ല. നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാവണം ഓരോ തോന്നലുകളും, എങ്കിൽ മാത്രമേ നമ്മുടെ സക്സസ് ആവത്തുള്ളൂ. പശുക്കളെ പുല്ല് ചെയ്യുമ്പോഴത്തേക്കും തികയാതെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെയുള്ള തെങ്ങില് കയറുമായിരുന്നു. തെങ്ങില് കയറി ഓല വെട്ടുമായിരുന്നു. അപ്പൊ ഒരു ദിവസം 5 തെങ്ങിൽ കയറും. അപ്പൊ എന്നിട്ട് അതിനെ അരങ്ങിയാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിരുന്നാൽ അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ആൾക്കാർ ഇപ്പൊ ഇവിടെ ആരെങ്കിലും അച്ഛനെ കാണാൻ വരുമ്പോഴത്തേക്കൊക്കെ ഞാൻ തെങ്ങിന്റെ മണ്ടയിലായിരിക്കുന്നു. അപ്പം ശിവൻ എന്തിന്റെ അസുഖമാണ് അങ്ങനെയുള്ളത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ
എന്റെ ഗതികേട് ഇവർക്ക് ആർക്കും അറിയത്തില്ല, എന്തിനാണ് ഇതിൽ കയറുന്നത് എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞിരുന്നാല് എനിക്ക് ഈ തെങ്ങി കയറുമ്പോഴത്തേക്ക് എന്റെ ഈ കൈയൊക്കെ ഊരി പോകുന്നുണ്ട്. ഒരു കൈ ഊരുന്നുണ്ട്. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് ഈ കൈ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഈ പ്രാക്ടീസ് അതായത് എനിക്കിപ്പോ രണ്ട് കൈ ഒരുപോലെയാ. ഈ കൈ ഊരിപ്പോയതുകൊണ്ട് അടുത്ത് പ്രാക്ടീസ് ചെയ്ത്, കാരണം ഞാനിത് ശരിക്കും തെങ്ങിന്റെ മണ്ട വെച്ചിട്ട് ഞാൻ കയറുമ്പോഴത്തേക്ക് നമ്മുടെ ഊർജം അത്രയും നഷ്ടപ്പെടും. കാരണം തെങ്ങ് കയറാനല്ലേ തെങ്ങിൽ കയറാൻ പറ്റത്തുള്ളൂ. അറിഞ്ഞുകൊടുത്തവൻ തെങ്ങി കയറിയുള്ള വെച്ചാൽ അവന്റെ എനർജി മൊത്തം പോയിട്ട് പിന്നെ നമുക്ക് കൈയും കാലും അനക്കാൻ പറ്റത്തില്ല. പക്ഷെ നിവൃത്തിയില്ല, ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെയാണ് എനിക്ക് തെങ്ങി കയറുന്ന ഒരു മിഷനൊക്കെ കിട്ടുന്നത്. എൻ്റെ ഒരു ചേട്ടൻകാരൻ തന്നെയാണ് തരുന്നത്. ഞാൻ അതില് പിന്നെ അത് ആ മിഷനിൽ, പക്ഷെ ആ മിഷനിൽ കയറണമെങ്കിലും തെങ്ങി കയറുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ഇന്നിപ്പോ എല്ലാരും തെങ്ങിൽ കയറുന്നത് ഈ മിഷൻ വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ പോലും തേങ്ങ വെട്ടാൻ വരുന്നത് മിഷനില്ല, അല്ലാതെ തലപ്പ് വെച്ചിട്ട് കയറത്തൊന്നുമില്ല. ആ സമയത്തും അവിടെ വെച്ചിട്ടാണ് ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് എന്റെ കൈ ഇങ്ങനെ വെട്ടുമ്പോൾ ഊരി പോകുന്നത്. അപ്പൊ ഇത് എനിക്ക് പിന്നെ കൈ എങ്ങനെ നമ്മൾ ഉപയോഗിച്ചിരുന്നാലും ഊരിപ്പോകും, ഷോൾഡറിൽ നിന്ന് ഊരിപ്പോകും. പക്ഷെ അതൊന്നും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടേ ഇല്ല. അതിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തേ, അതെങ്ങനെയോ അങ്ങ് റെഡിയായി പോയി. ഞാൻ എങ്ങനെ കൈ ഇങ്ങനെ തിരിച്ചാൽ പോലും അത് ഊരിപ്പോകും. അതൊക്കെ ഭയങ്കര വേദനയുള്ള കാര്യങ്ങളാണ്. അതിന് എനിക്ക് ഒരിക്കൽ ഒരു അവാർഡ് കിട്ടിയ, ഇപ്പൊ ഒരു അംഗീകാരം കിട്ടിയ സമയത്ത് അന്ന് ഒരു മെമ്പർ അവിടെ ഇരുന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പറഞ്ഞു. അന്ന് കണ്ടിട്ട് പുള്ളിക്കാരൻ ഇത് എനിക്ക് അനുമോദനങ്ങളൊക്കെ പൊന്നാടിയൊക്കെ അണിച്ച് മൊമെന്റ് ഒക്കെ തന്നതിന് ശേഷം പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പണ്ടൊക്കെ ഈ വഴിയെ പോകുമ്പോഴത്തേക്കൊക്കെ ഞാൻ ഈ തെങ്ങിൽ കയറിയൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇവന് വട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം, പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് എന്നെ അന്ന്, പുള്ളിക്കാരൻ്റെ മകൾ ഡോക്ടറാ കേട്ടോ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, അന്ന് അനൗൺസ് ചെയ്തൊരു കാര്യമാണ്, ഇവൻ എന്തിനാണ് അന്ന് തെങ്ങിക്കയറുന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. തെങ്ങിക്കയറുന്നല്ല, എന്തിനാണ് അത് കഷ്ടപ്പെട്ടത്, തെങ്ങിലെല്ലാം കയറി എന്തിനാണ്. അപ്പൊ അവന് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. അന്ന് നമുക്ക് അതൊന്നും മനസ്സിലായില്ല. അന്ന് നമ്മൾ വിഡ്ഢിയെന്ന് കരുതി, അല്ലെങ്കിൽ മണ്ടനെന്ന് കരുതി, അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നാണ് അത് വ്യക്തം. അതൊരു അഭിമാനമാണ്. നമ്മളിപ്പോ ഞാനൊരു സ്റ്റേജിൽ നിന്നുകൊണ്ട് അപ്പൊ പുള്ളിക്കാരൻ അത് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. അന്ന് ഇന്നും ഇപ്പൊ 10-26 വർഷമായി, ഇന്നും അവരുടെ മനസ്സിൽ അത് ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് അന്ന് ഉണ്ടായി. ആ സ്റ്റേജിൽ വെച്ചിട്ടുണ്ടായി. നമ്മൾ ആദ്യം വിപണിയിൽ എത്തിച്ചത് ഫ്രഷ് മിൽക്കാണ്. അത് പിന്നീട് ചിൽഡായി പ്രോസസ് നടത്തിയതായി. അപ്പം അതിനുശേഷം പിന്നെ എന്തൊക്കെ പ്രൊഡക്ട്സ് ഈ ഐഡിയ മിൽക്ക് എന്ന ബ്രാൻഡിൽ പുറത്തു? ഐഡിയ മിൽക്കിന് ബ്രാൻഡില് ഇപ്പൊ നമ്മുടെ പാലില് തന്നെ ടോണ്ട്, ഡബിൾ ടോണ്ട്, SM, സ്കിം മിൽക്ക്. കാരണം ഇതൊക്കെ ഓരോ ബാങ്കില്, കാരണം ഫാറ്റ് ഇപ്പം ഫാറ്റ് മുമ്പത്തെ പോലെ പാല് ഡയറക്റ്റ് ടോണ്ട് മിൽക്ക്, അല്ലെങ്കിൽ പശുവിന് 3.5 ആയിരിക്കും ഫാറ്റ് ഉണ്ടാകുന്നത്. അത് നോർമലി കഴിക്കും. ഇപ്പോഴത്തെ നിയമങ്ങൾ അനുസരിച്ച് 3 ഫാറ്റ് സ്റ്റാൻഡേർഡ് മിൽക്കിന് വേണം, SNF 8.5 വേണം. ഇങ്ങനെയുള്ള ഓരോ മെഷർമെന്റ് ഉണ്ട്. അപ്പോൾ അത് തന്നെ നോൺ ഫാറ്റ് മിൽക്ക് ഉണ്ട്, ഡബിൾ ടോണ്ട് ഉണ്ട്, 1.5 ആണ് അത് വരുന്നത്. അപ്പോൾ അത് ഫാറ്റ് വേണ്ടാത്തവർക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഫാറ്റ് ഒട്ടും വേണ്ടാത്തവർക്ക് സ്കിം മിൽക്ക്, പിന്നെ അതായത് ഫാറ്റ് ഇല്ലാതെ ഉള്ള പാലുണ്ട്. പിന്നെ ചായക്ക് ഉപയോഗിക്കാൻ വേണ്ടി, അതായത് ഹോട്ടലുകാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി SM ഉണ്ട്, സ്റ്റാൻഡേർഡ് മിൽക്ക്, ടോട്ടൽ ഫാറ്റ് ഉള്ള മിൽക്ക്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള അപ്പൊ നമുക്ക് ഒരു കസ്റ്റമറിനെ ചൂസ് ചെയ്യാൻ ഏത് വേണമെന്നുള്ളത്. അപ്പൊ അത്രയും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തൈര് തന്നെ ഈ പറഞ്ഞ പോലെ ഫാറ്റ് ഇല്ലാത്ത സ്കിം തൈരുണ്ട്, പിന്നെ ടോണ്ട് തൈരുണ്ട് അതിൽ വരുന്നത്. പിന്നെ ഇനി നമ്മൾ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നെയ്യാണ്. അപ്പൊ നെയ്യ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൺലൈൻ വഴി മാത്രമേ ഞാൻ ചെയ്യുന്നത്. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ അതിന്റെ ക്വാളിറ്റി തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ കൊണ്ടുവരുന്ന, എനിക്ക് കലർപ്പില്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ക്വാളിറ്റി ആയിട്ട് ഓൺലൈൻ വഴി ലോകത്തെ എല്ലാ സ്ഥലത്തും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞിരുന്നാല് അതിന്റെ കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലോക്കൽ വിപണിയിൽ ഞാൻ കൊടുക്കാത്ത കാര്യം. അതായത് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യം എനിക്കുണ്ട്. കാരണം നെയ്യുടെ ക്വാളിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രമാത്രം ഒരു മനുഷ്യന് ഉപയോഗമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നെയ്യ് എന്ന് പറയുന്നത്. അപ്പൊ അതേ ക്വാളിറ്റിയിൽ തന്നെ, കാരണം നമുക്ക് വളരെ രീതിയിൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ കസ്റ്റമറിന് ആവശ്യമുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓൺലൈനിൽ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്, എൻക്വയറീസ് ഉണ്ട്, അവർ കൊടുക്കുക എന്നുള്ളത്. പിന്നെ പനീർ, ബട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരുന്നത്. പിന്നെ നമ്മൾ അതല്ലാതെ ചെയ്തെന്ന് വെച്ചിരുന്നാല് ദോശമാവ്, അത് ID6 എന്നുള്ള ബ്രാൻഡിലാണ് വരുന്നത്. ഇത് ID എന്നുള്ളത് അമ്മയുടെ പേരും, എൻ്റെത് R എന്നുള്ളത് രഞ്ജിത്ത് എന്നുള്ളത്. അതിന് കാരണം എന്ന് വെച്ചിരുന്നാല്
ഇപ്പൊ ID എന്നുള്ളത് ഞാൻ പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് അന്ന് ഞാൻ പിന്നെ ഇത് രജിസ്ട്രേഷൻ എടുത്തിരുന്നത്. എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു പിന്നെ ഒരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ധാരണ. പക്ഷെ നിയമം അതല്ല. പിന്നെ ID എന്നുള്ളത് ഇപ്പം ഇതല്ലാതെ ID ഫ്രഷ് ഉണ്ട്, മുസ്തഫ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ചെയ്യുന്നത്. അത് ശരിക്കും ഞാൻ ID എന്നുള്ളത് കൊടുത്തപ്പോഴാണ് എനിക്ക് ഒബ്ജക്ഷൻ വന്നത്. ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം ഇത്രയും വർഷമായി, അവർ 15-18 വർഷമായിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ID എന്നുള്ളത് അറിയത്തില്ല. ID എന്നുള്ള ബ്രാൻഡ് ഒരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റും ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ അന്നത്തെ വിശ്വാസം. പക്ഷെ അത് പറ്റത്തില്ല. അപ്പൊ അതിന് ഒബ്ജക്ഷൻ വന്നപ്പോഴത്തേക്കാണ് ഞാൻ IDs കൊടുത്തു, അതിനും ഒബ്ജക്ഷൻ വന്നു, പിന്നെ IDR ആക്കി. ഇപ്പൊ IDs കിട്ടി. IDs എന്നുള്ളത് ഉദ്ദേശിക്കുന്ന IDS എന്നുള്ളത് വൈഫിന്റെ പേരാ, സായി പ്രിയങ്ക എന്നുള്ളത്. അപ്പോൾ അതിനും ഒബ്ജക്ഷൻ വന്നുകൊണ്ടാണ് പിന്നെ ഞാൻ IDR എന്നുള്ളത് കൊടുത്തത്. കാരണം വൈഫിന് വലിയ പങ്കുണ്ട് ഈ ഡയറി ഇത്രയും നിലയിൽ എത്തിച്ചതിന്. പ്രധാന പങ്ക് വൈഫും ഉള്ളത് കൊണ്ട് വൈഫിന്റെ പേരൂടെ വയ്ക്കണമെന്നുള്ളത്. ഞാനെന്നുള്ളത് പിന്നെ ഓൾറെഡി ബ്രാൻഡ് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് വൈഫിന്റെ പേരും കൂടെ കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഒബ്ജക്ഷൻ വന്നുകൊണ്ട്, പക്ഷെ എനിക്ക് സെക്കൻഡറി കിട്ടി. അപ്പോഴത്തേക്കും IDR എന്നുള്ളത് ബ്രാൻഡ് ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി അത് ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം ID എടുത്തപ്പം അന്ന് ഒബ്ജക്ഷൻ ഇല്ല. അന്നൊന്നും 2010 ID എന്നുള്ളത് ശരിക്കും ഞാൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അന്നൊന്നും വേറെ ഒബ്ജക്ഷൻ ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ. ഇപ്പൊ മുസ്തഫ ഒക്കെ ചെയ്യുന്നത് അതിന് ശേഷമല്ലേ. അപ്പോ അന്ന് എനിക്ക് ബ്രാൻഡ് കിട്ടി. അപ്പം അത് ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഇത്രയാണ്, പാലും പാൽ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. എനിക്കറിയത്തില്ലല്ലോ ഞാൻ ഇനി അടുത്ത് എനിക്ക് അന്നത്തെ പ്രായത്തില് അതിനുള്ള അറിവില്ല, ഞാൻ എന്ത് ചെയ്യുന്നുള്ള. പിന്നെ എന്റെ ഉദ്ദേശം മിൽക്ക് മാത്രമല്ലേ. ഞാൻ ഇപ്പൊ ബാക്കിയുള്ള പ്രൊഡക്റ്റ് ചെയ്തിട്ട് 5 വർഷമാവുന്നുള്ളൂ. ബാക്കി ഇത്രയും നാളും ഞാൻ പാലിന്റെ പുറകെ തന്നെയായിരുന്നു. പിന്നെ കാലം മാറി, മാർക്കറ്റിന്റെ രീതികൾ മാറി. അപ്പൊ ഒരു പ്രോഡക്റ്റ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നവർക്ക് ഇപ്പം പാലിന്റെ വിലയോടൊപ്പം തന്നെ ഡീസലിന്റെ വില കൂടുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു പ്രോഡക്റ്റ് അല്ലാതെ സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് പല പ്രോഡക്റ്റുകളാകുമ്പോഴത്തേക്ക് അവർക്ക് അതിൽ നിന്ന് പിന്നെ ലാഭം അവർക്ക് കിട്ടും, അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഡിമാൻഡുകൾ വന്നപ്പോഴത്തേക്കാണ് ഞാൻ മാവ് ഇറക്കുന്നത്. അപ്പം IDR ബാറ്റേഴ്സ് ഉണ്ട്, ബാറ്റർ ഉണ്ട്, പിന്നെ ചപ്പാത്തി, പൂരി അങ്ങനെയുള്ള ഉണ്ടായിരുന്നു. പിന്നെ വന്നത് പിന്നെ ബ്രെഡ്. ഞാൻ പിന്നെ രണ്ടാമത് IDR ബേക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങി, ബേക്കറി. അപ്പൊ പ്രൊഡക്ഷൻ മേഖല തന്നെയാണ്. അപ്പൊ അതില് ബ്രെഡ്, ബന്ന്, ദിൽഖുഷ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇത്രയും ചെയ്തുവിട്ട് വന്നിട്ടും എനിക്ക് കാർഷിക മേഖല വിടാൻ താല്പര്യമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കംപ്ലീറ്റ് സ്ഥലങ്ങളിലും ഏത്തവാഴ കൃഷി ചെയ്തത്. അപ്പൊ അതിന്റെയും ബെനിഫിറ്റ് ഞാൻ പറയുകയാണ്. നമുക്ക് കാർഷിക മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് അതൊരു വിപണന മേഖലയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ സാധ്യതകൾ നമ്മൾ പഠിക്കണം, ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ട്രഡീഷണലി നമ്മുടെ ഒരു മനസ്സിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വാഴയിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ കഴിക്കുന്നത് പഴം മാത്രമാണ്. ശരിക്കും അതിന്റെ പഴത്തിനേക്കാൾ തന്നെ ഗുണമുണ്ട് അതിന്റെ തൊലിക്ക്. പിന്നെ പിന്നെ വാഴത്തട നമ്മുടെ ശരീരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ലോകത്തുള്ള എല്ലാ പേർക്കും, ഇപ്പോഴത്തെ ജനറേഷൻ വരെ അറിയാം. വാഴത്തട അത് നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നുണ്ട്. അതിന്റെ നീര് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള സർവ്വ അസുഖങ്ങൾക്കും നല്ലതാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ല, ഉള്ളതാണ്. മൂത്രത്തിൽ കല്ലിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന കൂമ്പ് തോരൻ, ഇതൊക്കെ വളരെ വളരെ ടേസ്റ്റ് ഉള്ളതുമാണ്. എന്നാൽ ഈ നമ്മളിപ്പം എത്ര കാശ് കൊടുത്ത് വാങ്ങിച്ചാലും കിട്ടാത്ത ടേസ്റ്റ് അതിനുണ്ട്. എന്നാൽ അതിന് ഡബിൾ പ്രോഫിറ്റ് ആണുള്ളത്. പ്രോഫിറ്റ് മീൻസ് ഞാൻ ബിസിനസിന്റെ രീതിയിലല്ല പറയുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം ഈ കൂമ്പിനുണ്ട്, വാഴത്തടയ്ക്കുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അതിനെ മൂല്യവർത്താക്കി മാറ്റിക്കൂടാ എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഇന്ന് ആർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വാഴത്തട അരിഞ്ഞ് അതിന് തോരൻ ഉണ്ടാക്കാൻ. വലിയ പാടാണ്, അതിന്റെ കറയൊക്കെ കയ്യിൽ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. കൂമ്പ് അതുപോലെ കറയുള്ളതാണ്. എന്നാൽ എന്ത് കാര്യത്തിനും എത്ര കഷ്ടപ്പാടുണ്ടോ അത്രത്തോളം മൂല്യവും അതിനുണ്ട്. ഇപ്പൊ വാഴത്തടയ്ക്ക് ഭയങ്കര മൂല്യമാണ്. എന്നാൽ ആ കഷ്ടപ്പാട് ഇന്ന് ആർക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ അതിനൊരു പ്രോഡക്റ്റ് മൂല്യം ഉണ്ടാക്കാൻ പറ്റുമോ? കൂമ്പ് ഇന്ന് അരിഞ്ഞെടുക്കണമെങ്കിൽ എത്ര സമയം. ഇന്നിപ്പോ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞിരുന്നാല് ഇതെല്ലാം തന്നെ കൂമ്പ് തോരനും വാഴത്തടയും കിട്ടത്തില്ല, അതിന് ജോലി കൂടുതല. പക്ഷെ അതിന് പകരം നമുക്ക് ഇപ്പം തോരനാണെങ്കിലും അവിയലിനാണെങ്കിലും എല്ലാം ഇപ്പൊ റെഡി ടു ഈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ പക്ഷെ ഈ വാഴത്തടയും കൂമ്പും ഒക്കെ എല്ലാവരും ഒഴിവാക്കി. കാരണം വലിയ പണിയുള്ള കാര്യം, കൈ ചീത്താവുന്ന കാര്യം. അപ്പൊ ഞാൻ ചെയ്ത മേഖല എങ്ങനെ ഇതിനെ ഡെവലപ്പ് ആക്കാന്നുള്ളതാണ്.
അപ്പം ഞാൻ ഇതിനെ ശരിക്കും അതിനൊരു മാർക്കറ്റാക്കി മാറ്റാനുള്ള ഒരു ഉദ്ദേശം ഫസ്റ്റ് ബനാന പൗഡർ നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ നമുക്കിവിടെ കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കോഴി ഉണ്ട്, അപ്പം അതിൻ്റെ കോഴിക്കാരുണ്ട്, ചാണകത്തിൻ്റെ ഇതെല്ലാം വെച്ചിട്ട് ജൈവ വളത്തിൽ നമ്മൾ പിന്നെ ഏത്തവാഴ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ പിന്നെ കായ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ബനാന പൗഡർ ഉണ്ടാക്കുന്നത്, ബനാന ചിപ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് നമ്മുടെ പിന്നെ അത് സീഡ് ചിപ്സും ഉണ്ട്, റാ ചിപ്സും ഉണ്ട്. അപ്പോൾ അതിൽ അടങ്ങുന്ന ആ ഓടപ്പഴമുണ്ട്. ഇതെല്ലാം പല രീതിയിൽ ഞാൻ പരീക്ഷിച്ച് അത് സക്സസ് ആക്കി. ഇനി അത് ഓൺലൈൻ മാർക്കറ്റ് വഴി ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പൊ ബേബി പൗഡർ, ഇപ്പൊ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾ കൊടുക്കാൻ പറ്റിയ ഒരു ബേബി പൗഡർ ആക്കാൻ ഈ നാച്ചുറലായിട്ട് ചെയ്ത ഒരു സാധനത്തിന് വളരെ മൂല്യമുണ്ട്. അപ്പൊ അതും ഞാനിപ്പോൾ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് വാഴത്തട തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴത്തട ഗ്രേറ്റ് ചെയ്തിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അത് സക്സസ് ആണ്, ഞാൻ ചെയ്ത് അത് വിജയിപ്പിച്ചെടുത്തു. ഇനി അത് മാർക്കറ്റിലോട്ട് കൊടുക്കുക. ഇതൊക്കെ അപ്പം ഞാൻ പറഞ്ഞനുസരിച്ചാൽ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി വരുന്ന ഇപ്പൊ കാർഷിക ഇപ്പം ഒരു വാഴ നട്ടാൽ അതിൻ്റെ പിന്നെ കൊലയിൽ മാത്രമാണോ പ്രാധാന്യം എന്നോ അതിൻ്റെ തടയിലും കൊമ്പിലും എല്ലാം അതിനെ മൂല്യവർത്താക്കി മാറ്റി അതിനെ വരുമാനമാക്കിയാൽ സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? ഇപ്പൊ നമ്മളൊരു വാഴ നട്ടാൽ കൊല മാത്രമാണോ? എന്നാൽ അതിൽ എത്രമാത്രം അസംസ്കൃതമായിട്ടുള്ള വസ്തുക്കളുണ്ട്, അതിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇതിനപ്പുറം വേറെ എന്തെങ്കിലും വേണോ ഒരാൾക്ക്? ഒരു വാഴ നമ്മൾ പ്രോഡക്റ്റ് ആക്കി മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഒരു വാഴയിൽ നമുക്ക് ചിലവാകുന്ന ചിലപ്പോൾ 1000 രൂപയായിരിക്കും, കൊലയിൽ കിട്ടുന്ന ഒരു 500 രൂപയായിരിക്കും. അവൻ്റെ അധ്വാനവും ഇത്രയും കാലം ഏതാണ്ട് 9 മാസം വേണം ഒരു വാഴ ഒരു കൊലയായിട്ട് പൂർത്തിയായിട്ട് വരാൻ. ഈ 9 മാസത്തിൽ ഒരു മനുഷ്യന്റെ ഒരു ജീവിതം മൊത്തം കൊടുത്തിട്ട് അതിൽ കിട്ടുന്ന ഒരു കൊലയ്ക്ക് കിട്ടുന്ന 500-600 രൂപയായിരിക്കും. ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടും? അപ്പൊ അതിനെ ശരിക്കും അവൻ തന്നെ ചിന്തിച്ചാൽ ഇന്ന് ഓരോരുത്തരും കുടുംബശ്രീ വഴിയും എല്ലാ രീതിയിലും ബിസിനസ് വിപണനം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെ ആ ഒരു വിപണന മേഖല നമ്മൾ കണ്ടെത്തിയിരുന്നാൽ കാർഷിക മേഖല അതിശക്തമായിട്ട് മുന്നോട്ട് പോകാനും ആർക്കും തന്നെ കഷ്ടപ്പാടുണ്ടാവത്തില്ല എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു ഉദാഹരണം എനിക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ്. ഇപ്പം എന്ത് ചോദിക്കും, ഞാൻ പലയിടത്തും പറയുമ്പോഴത്തേക്ക് ഡയറി ഫാം എങ്ങനെയാണ് ഞാൻ പറയുന്നുണ്ട്, അത് ആർക്കും ഇഷ്ടമില്ലാത്ത മേഖല എന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്തിനാ അങ്ങനെ പറയുന്നത്? എല്ലാ പേരും ഇപ്പോൾ ഡയറി ഫാം ചെയ്തിട്ട് നല്ല രീതിയിലല്ലേ? ഞാൻ പറഞ്ഞത് ഡയറി ഫാം എന്ന് പറയുന്നത് ഡയറി ഫാം എന്നുള്ള കാഴ്ചപ്പാട് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഡയറി എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഒരു പശുവിനെ പരിപാലിച്ച് എത്തണമെങ്കിൽ ഒരു പശുവിനെ നമ്മളൊരു പശുവിനെ വളർത്തി അതിനെ പാല് കറന്ന് പ്രൊഡക്റ്റാക്കി മാറ്റുമ്പോൾ ഒരു പ്രോസസ്സിങ് ഉണ്ടാവില്ല. പശുവിന് കാലിത്തീറ്റ കൊടുക്കുന്നത് മുതൽ കറക്കുന്നത് മുതൽ അതിൻ്റെ ഒരു ഉപജീവന മാർഗം ഒരു പശുവിലോട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരാളുടെ ജീവിതമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം അയാൾക്ക് അതിൻ്റെ മൂല്യം കിട്ടുന്നുണ്ടോ? അപ്പം ആ മൂല്യം കിട്ടാൻ അയാൾ എന്ത് ചെയ്യണം? ഈ ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ ഏതാണെങ്കിലും സക്സസ് ആവത്തുള്ളൂ. അതില്ല, നമ്മൾ അവിടെ ആ പാല് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അതിന് എത്രമാത്രം മൂല്യം ഉണ്ടെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴത്തേക്ക് 100 ഇരട്ടി അതിൽ സാധ്യതകളുണ്ട്. അത് നമ്മൾ കണ്ണ് തുറന്ന് കാണാൻ ആരും ശ്രമിക്കുന്നില്ല. അവർ കാണുന്ന പ്രോഡക്റ്റ് മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഡീപ്പായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ സാധ്യതകളും ഒരു അംഗീകാരങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനപ്പുറം ഇനി വേറെ ഒന്നും തന്നെ വേണ്ട. സക്സസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന പറയാൻ കൊടുക്കുന്ന മെസ്സേജ് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് കഷ്ടപ്പെട്ടാൽ തിരിച്ചറിയാൻ കഴിയണം. ഞാൻ എന്ന വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയണം. കാരണം നമ്മൾ എപ്പോഴും തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവർ ചെയ്യുന്നത് ഇമിറ്റേറ്റ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അയാൾ എന്താണ് ചിന്തിക്കുന്നുള്ള കാഴ്ചപ്പാടാണ്. നമ്മളെപ്പോഴും ഒരു മനുഷ്യന്റെ സ്വഭാവം എന്തുവാ, അവ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്തു, അവരെന്ത് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നു, ഇതൊന്നും നമ്മുടെ ജോലിയല്ല. പണ്ട് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് നാട്ടുകാരുമായിട്ട് എന്ത് ബന്ധമുണ്ട് ചോദ്യമാണ്. പിന്നെ സമൂഹത്തിൽ എന്ത് പ്രതിബദ്ധത നീ കൊടുക്കുന്നത്, നിനക്ക് എന്ത് അറിവുണ്ട്? ഞാൻ പത്രം വായിക്കുന്നില്ല, TV കാണുന്നില്ല, അറിവില്ല, ആരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അറിവ് എനിക്കില്ല. ഇതൊക്കെ എൻ്റെ കുറവായിട്ട് ഞാൻ പണ്ട് കണ്ടിരുന്നു. പിന്നെയാണ് മനസ്സിലാക്കിയത് എൻ്റെ അറിവാണ് ഏറ്റവും നല്ലതെന്ന്. ഞാൻ അറിയേണ്ടത് എന്താണ്?
ലോകം എങ്ങനെ സഞ്ചരിക്കുന്നുള്ളല്ലോ ഞാൻ അറിയേണ്ടത്. ഞാൻ ജനിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റുമെന്നുള്ള എൻ്റെ തിരിച്ചറിവ് മാത്രമാണ് എനിക്ക് വേണ്ടതെന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കുറവുകളിലോട്ടല്ല നോക്കേണ്ടത്, നമ്മുടെ കഴിവിലോട്ട് മാത്രം നമ്മളിലോട്ട് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ കഴിവുകളെല്ലാം വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മളെ കണ്ടാൽ മാത്രം മതി. അത് മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ്.